ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കമ്പനി ബോർഡ് LGS പവർ ക്യാപ്സ്യൂളിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കണ്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകളും മിസ്സാക്കരുത്. തീർച്ചയായും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഉപകരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന മോക്ക് ടെസ്റ്റുകളും നമ്മൾ യൂട്യൂബിൽ തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യുക. നമ്മൾ ഓരോ ടോപ്പിക്കുകളായി മോക്ക് ടെസ്റ്റും ചെയ്തു വരുന്നുണ്ട്. അതാകുമ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആൻസർ ഇനി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഏത് രീതിയിലാണ് തെറ്റുന്നത് എന്ന് മനസ്സിലാക്കാനൊക്കെ മോക്ക് ടെസ്റ്റുകൾ കൂടുതൽ ഉപകരിക്കും. ഇനി ഈ മോക്ക് ടെസ്റ്റ് തന്നെ അല്ലെങ്കിലും മറ്റ് മോക്ക് ടെസ്റ്റുകളായാലും നിങ്ങൾ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് എവിടെയൊക്കെ മോക്ക് ടെസ്റ്റുകൾ കിട്ടുന്നുണ്ടോ അതൊക്കെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക. പ്രത്യേകിച്ച് പഠിച്ച കാര്യങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് അത് തെറ്റണം. ഓക്കെ, അവിടെ നിങ്ങൾ മോക്ക് ടെസ്റ്റ് തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ നെഗറ്റീവ് ആവുകയല്ല വേണ്ടത്. നെഗറ്റീവ് ആവരുത്, മറിച്ച് നല്ല രീതിയിൽ തന്നെ പോസിറ്റീവ് ആവണം. അതായത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾക്ക് ശേഷം നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന മോക്ക് ടെസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തെറ്റുന്നുണ്ടെങ്കിൽ ആ തെറ്റിനെ നിങ്ങൾ നല്ല രീതിയിൽ അംഗീകരിക്കണം, നല്ല പോസിറ്റീവായിട്ട് അതിനെ എടുക്കണം. കാരണം ഈ മോക്ക് ടെസ്റ്റിലാണ് നിങ്ങൾക്ക് തെറ്റിയിട്ടുള്ളത്. ഇത് എക്സാമിന് പോയിട്ടാണ് തെറ്റിയിട്ടുള്ളത്, നിങ്ങൾക്ക് വേറെ അവിടെ സൊല്യൂഷൻ ഒന്നുമില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് എൻ്റെ തെറ്റുന്നത്, എന്തൊക്കെ മാറ്റങ്ങൾ ഞാൻ വരുത്തണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. നമ്മൾ കമ്പനി ബോർഡ് LGS പവർ ക്യാപ്സ്യൂൾ എടുക്കുന്ന ഓരോ ടോപ്പിക്കുകളും നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ആ മോക്ക് ടെസ്റ്റുകളായും അറ്റൻഡ് ചെയ്യുക. പിന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ അവിടെ തന്നെ പഠിച്ചു പോകുന്നുണ്ട്. നിങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ തെറ്റും എന്നും ഞാൻ അവിടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ ആ മോക്ക് ടെസ്റ്റിൽ തന്നെ നമ്മൾ പഠിച്ചു പോകും. അപ്പോൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ന്യൂ SCERT. അപ്പോൾ ന്യൂ SCERTയുടെ ഹോട്ട് ടോപ്പിക്സിന്റെ സീരീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതും നിങ്ങൾ മിസ്സാക്കരുത്. ഇനിയുള്ള എക്സാമുകൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ പ്രതീക്ഷിച്ച് പോകണം ന്യൂ SCERT. അതിൽ തന്നെ ഹോട്ട് ടോപ്പിക്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എവിടെ നിന്നൊക്കെ ചോദ്യം വരുമോ അതൊക്കെ എടുത്ത് ഞാൻ ഓരോ ടോപ്പിക്കുകളായി മാറ്റി തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ക്ലാസ് കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണുക. ഇതിനൊക്കെ നമുക്ക് അവിടെ പ്ലേലിസ്റ്റ് ഉണ്ട്. ഓക്കെ, അക്കൗണ്ട് എടുത്തിട്ട് നമ്മുടെ മിസ്റ്റർ എജുക്കാർട്ട് ചാനൽ എടുത്തിട്ട് അതിൽ പ്ലേലിസ്റ്റിന്റെ അവിടെ പോയി കഴിഞ്ഞാൽ 3 പ്ലേലിസ്റ്റുകൾ കിടക്കുന്നത് കാണും. ഒന്ന് കമ്പനി ബോർഡ് LGS പവർ ക്യാപ്സ്യൂൾ, അത് നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ ക്ലാസിന്റെ മുമ്പത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മോക്ക് ടെസ്റ്റിന്റെ കമ്പനി ബോർഡ് LGS മോക്ക് ടെസ്റ്റ് കണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതും കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണുക. പിന്നെ അതുപോലെ തന്നെ ന്യൂ SCERT ഹോട്ട് ടോപ്പിക് സീരീസും നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നല്ല രീതിയിൽ തന്നെ കണ്ടു പഠിച്ചു വരിക. കുറച്ച് സമയം കൊടുത്ത് പഠിച്ചാൽ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. അപ്പോൾ അധികം ഒന്നും പറയുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങുന്നതിന് മുമ്പ് എന്ന് തുടങ്ങി എന്നതല്ല, എപ്പോൾ പൂർത്തിയാക്കി എന്നതാണ് പ്രധാനം. തുടങ്ങാൻ താൽക്കാലിക പ്രലോഭനം മതി, പൂർത്തീകരിക്കാൻ ആത്മവിശ്വാസവും നിരന്തര പ്രയത്നവും വേണം. ഓക്കെ, അപ്പൊ എന്ന് തുടങ്ങി എന്നുള്ളതിൽ കാര്യമല്ല, എപ്പോൾ അവസാനിപ്പിച്ചു അല്ലെ, എപ്പോഴാണ് നിങ്ങൾ നേടിയെടുത്ത് എന്നുള്ളതിലാണ് കാര്യം. കാരണം നമുക്ക് തുടങ്ങാൻ എന്ത് മതി, നമുക്ക് ചില സമയത്ത് തോന്നും നമുക്കിപ്പോൾ ഒരു ജോലി ആവശ്യമാണ്, എനിക്കിപ്പോൾ തന്നെ ഒരു ജോലി വേണം. ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് അങ്ങനെ തോന്നാറുള്ളത്, എനിക്കിപ്പോൾ തന്നെ ഒരു ജോലി കിട്ടണം, ഈ ജോലി കിട്ടിയാലേ എനിക്ക് പല കാര്യങ്ങളും സേഫ് ആക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ നമുക്ക് തോന്നും. ആ സമയത്ത് മാത്രം ഉള്ള നമ്മുടെ പഠിത്തം അല്ല. ഓക്കെ, അതെന്താണ്, അത് താൽക്കാലികമായിട്ടുള്ള ഒരു പ്രലോഭനമാണ്. പിന്നെ അത് കഴിഞ്ഞാൽ അത് ആറും, പിന്നെ അടുത്ത എക്സാം വരണം, നിങ്ങൾക്ക് അതുപോലെ ഒന്ന് വരണം എന്നുണ്ടെങ്കിൽ. അപ്പൊ അതല്ല, നിങ്ങളൊരു എക്സാമിന് വേണ്ടി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സാം എന്തായാലും നേടണം. ഓക്കെ, അതിനു വേണ്ടി തന്നെ എന്തായാലും നിരന്തരമായിട്ട് നിങ്ങൾ പ്രയത്നിക്കണം. ഒരു ദിവസമോ ഒരു മിനിറ്റോ, നിങ്ങൾക്ക് വെറുതെ കിട്ടുന്ന ഒരു മിനിറ്റും നിങ്ങൾ വേസ്റ്റ് ആക്കരുത്. ഓക്കെ, വെറുതെ ഒരു മിനിറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ആ ഒരു മിനിറ്റിനെ നിങ്ങൾ എങ്ങനെ ഇതിലേക്ക് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കണം. ഇപ്പൊ നിങ്ങൾ കൊടുക്കുന്ന ഓരോ സമയവും പിന്നീട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകരിക്കും. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഈ എക്സാം കഴിഞ്ഞിട്ട് ഈ എക്സാമിൽ കിട്ടി, ഇതിൽ ലിസ്റ്റിൽ വന്ന് നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ വരും എന്നുള്ള ഉറപ്പായി കഴിഞ്ഞ് നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ നിങ്ങളുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കളഞ്ഞ സമയമൊക്കെ നല്ലതിനാണ് നിങ്ങൾക്ക് തോന്നിപ്പോകും. അപ്പോൾ ഇപ്പൊ വെറുതെ സമയം പോകുന്നുണ്ട്, ഞാൻ വെറുതെ കുറെ സമയം പഠിക്കുന്നുണ്ട്, അങ്ങനെയൊന്നും തോന്നണ്ട. ഇപ്പൊ കിട്ടുന്ന ഓരോ ചെറിയ സമയവും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. അപ്പൊ അധികം ഒന്നും പറയുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ ക്ലാസ് തുടങ്ങാം. അപ്പൊ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു? ഭരണഘടനാ നിർമ്മാണ സമിതി നമ്മൾ ഡിസ്കസ് ചെയ്താണ് അല്ലേ, ഓർമ്മയുണ്ടോ? ഭരണഘടനാ നിർമ്മാണ സമിതി എന്നാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമായത്? 1946 ഡിസംബർ 6-നാണ്. 1946 ഡിസംബർ 6-നാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമായത്. അതും നിങ്ങൾക്ക് തെറ്റാനുള്ള ഒരു സാധനമാണ്. ഓക്കെ, ഡിസംബർ 6-ന് രൂപീകൃതമായതാണ്. അതിനർത്ഥം ഡിസംബർ 6-നാണ് ആദ്യ സമ്മേളനം നടന്നത് എന്നല്ല. നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഡിസംബർ 9-നാണ് ആദ്യ സമ്മേളനം നടന്നത്. ഓക്കെ, അപ്പൊ ഡിസംബർ 9-ന് ആദ്യ സമ്മേളനം നടക്കുമ്പോൾ ഒരു താൽക്കാലിക അധ്യക്ഷൻ ഉണ്ടാവും. ഓക്കെ, പെട്ടെന്ന് ഒരു സമ്മേളനം നടത്തുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാവും എന്താണ്, ഒരു താൽക്കാലിക അധ്യക്ഷനാണ്, തൽക്കാലം ഒരാളെ നിർത്തുകയാണ്. അപ്പൊ നമുക്കറിയാം, ഞാൻ പറഞ്ഞു
പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു സഭ രൂപീകരിക്കുകയാണെങ്കിൽ തൽക്കാലം ഒരു അധ്യക്ഷനെ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ കൂട്ടത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണോ അദ്ദേഹത്തെ പിടിച്ചിരുത്തും. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ അവിടെ ഏറ്റവും പ്രായം ചെന്ന വ്യക്തി അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആദ്യ താൽക്കാലിക അധ്യക്ഷൻ. ഓക്കെ, ആദ്യ താൽക്കാലിക അധ്യക്ഷനാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. പിന്നെ അത് മാറി ഡിസംബർ 11 താൽക്കാലിക അധ്യക്ഷൻ മാറി ഒരു സ്ഥിര അധ്യക്ഷൻ വന്നത്. ആരായിരുന്നു ആദ്യ സ്ഥിര അധ്യക്ഷൻ? ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഓക്കെ, സച്ചിദാനന്ദ സിൻഹ താൽക്കാലിക അധ്യക്ഷനും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ആദ്യ സ്ഥിര അധ്യക്ഷൻ. പിന്നെ അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ഡേറ്റ് ആണ് ഡിസംബർ 13. ഓക്കെ, ഈ ഡിസംബർ 13 പ്രധാനപ്പെട്ട ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് അല്ലെ. നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എപ്പോഴാന്ന് ചോദിച്ചപ്പോഴാണ് 1946 ഡിസംബർ 13. ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. നമ്മൾ ആമുഖത്തിനെ കുറിച്ചിട്ടും ക്ലാസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ആമുഖത്തിൽ എന്തൊക്കെ നമ്മൾ പഠിച്ചു? ആമുഖത്തിന്റെ ശില്പി ആരെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ. ആമുഖത്തിന്റെ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു. അറിയാലോ, ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. അപ്പൊ ആമുഖത്തിന്റെ ശില്പി ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു ആണ്. ഇനി ആമുഖം അടങ്ങിയ പേജിനെ അലങ്കരിച്ച് മനോഹരമാക്കിയതാരാണ്? നമ്മൾ അങ്ങനെ തന്നെയല്ലേ പഠിച്ചിട്ടുള്ളത്. അലങ്കരിച്ച് മനോഹരമാക്കിയത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അലങ്കരിച്ച് മനോഹരമാക്കി റാം മനോഹർ സിൻഹയാണ് ആമുഖം അടങ്ങിയ പേജിനെ അലങ്കരിച്ച് മനോഹരമാക്കിയത്. ആരാണ്? റാം മനോഹർ സിൻഹ. റാം മനോഹർ സിൻഹയാണ് ആമുഖം അടങ്ങിയ പേജിനെ അലങ്കരിച്ച് മനോഹരമാക്കിയത്. അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ആരാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ചത്? ആരാണ്? അത് BN റാവു ആണ്. BN റാവു ഭരണഘടന വേണമെന്ന് ആദ്യം പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ MN റോയ് ആണ്. ഭരണഘടനയ്ക്ക് ഒരു ആമുഖം എന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ചത് BN റാവു ആണ്. BN റാവു ആണ്. അപ്പൊ പഠിച്ചു വെക്കുക. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളുടെ എണ്ണൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. ആകെ എത്ര അംഗങ്ങളുണ്ടായിരുന്നു? 389 ഉണ്ടായിരുന്നു. പിന്നീട് 299 ആയി മാറി. 17 വനിതകൾ ഉണ്ടായിരുന്നു നമ്മൾ പഠിച്ചു. അത് 15 ആയി. അതായത് വിഭജനത്തിന് ശേഷം അത് എത്രയായി? 15 വനിതകളായി. മലയാളികൾ 17 ഉണ്ടായിരുന്നു. അതിപ്പോഴും 17 മലയാളികൾ വിഭജനത്തിന് ശേഷവും 17 മലയാളികൾ തന്നെയാണ് ഉള്ളത്. അതിൽ 3 മലയാളി വനിതകളുടെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. ഏകദേശം ഒക്കെ ഓർമ്മ ഉണ്ടാവും. ഇനി ഏതെങ്കിലും ഓർമ്മ ഇല്ലാത്തുണ്ടെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് വരാം. ഒന്നും കൂടെ ഒന്ന് നല്ല രീതിയിൽ റിവിഷൻ ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നേരെ ഒന്നും കൂടെ റിവിഷൻ ചെയ്യാം. ഇന്ന് നമ്മൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം റിവിഷൻ ചെയ്തു കൊടുക്കാം. കാരണം നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് അടുത്ത ക്ലാസ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ വേഗം നിങ്ങൾക്ക് അടുത്ത ടോപ്പിക്ക് എത്തിച്ചേരാണ് ഇന്നത്തെ ഇത്. ഓക്കെ, അപ്പൊ അതിന് വിറ്റാമിൻസ്. ഓക്കെ, വിറ്റാമിൻസ് കണ്ടെത്തിയതാരാണ്? വിറ്റാമിൻസ് കണ്ടെത്തിയതാരാണ്? ഫ്രെഡറിക് ഹോഫ്കിൻ ആണ്. എന്നാൽ വിറ്റാമിൻസിന് ആ പേര് നിർദ്ദേശിച്ചത് ആര്? അല്ലേ, വിറ്റാമിൻസിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാന്ന് ചോദിച്ചാൽ കാസിമർ ഫങ്ക് ആണ്. ഈ രണ്ട് പേരും മാറിപ്പോവും. വിറ്റാമിൻസ് കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചാൽ ഫ്രെഡറിക് ഹോഫ്കിനും, വിറ്റാമിൻസിന് പേര് നിർദ്ദേശിച്ചത് ആരെന്ന് ചോദിച്ചാലും, വിറ്റാമിൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാലും കാസിമർ ഫങ്ക് ആണ്. അല്ലെ, രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി. അല്ലെ, സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്നതാണ് വിറ്റാമിൻ ഡി. ഓർമ്മ ഉണ്ടാവുമല്ലോ. പിന്നെ ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ ആണ്. H വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ B7 ആണ്. അല്ലെ, H വിറ്റാമിൻ എന്നറിയപ്പെടുന്നത്. എല്ലാം ഓർമ്മ ഉണ്ടാവും. ഇതിന്റെയൊക്കെ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞതാണ്. അപ്പൊ ആദ്യം ക്ലാസ് കാണുക, അതിനുശേഷം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇന്നത്തെ പോയിന്റ്സ് നോക്കാം. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ബാങ്ക് ദേശസാൽക്കരണം കേട്ടോ. ബാങ്ക് ദേശസാൽക്കരണം പഠിക്കാണ്ട് നമുക്ക് നോക്കാം. ആദ്യ ബാങ്ക് ദേശസാൽക്കരണം ഇന്ത്യയിൽ എത്ര തവണയാണ് ബാങ്ക് ദേശസാൽക്കരണം നടന്നത്? 2 തവണയാണ് അല്ലേ. ആദ്യം എപ്പോഴാണ് നടന്നത്? 1969 ജൂലൈ 19 ആദ്യ ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത്. എപ്പോഴാണ്? 1969 ജൂലൈ 19. പറഞ്ഞോ, 1969. നമുക്ക് ഇടയിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഒന്ന് ഫുൾ കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക. അതായത് പഴയത് ഒന്നും കൂടെ ഒന്ന് റിവിഷൻ ചെയ്ത് തരാതെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ആദ്യം കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു പോയിട്ട് നമുക്ക് റിവിഷൻ ചെയ്യാം. ഓക്കെ, അപ്പൊ 1969 ജൂലൈ 19 1969 ജൂലൈ 19 ആദ്യ ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത്. എപ്പോഴാണ്? 1969 ജൂലൈ 19. 1969 ജൂലൈ 19. എത്ര ബാങ്കുകളാണ്? 14 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്. എത്രയാണ്? 14 ബാങ്കുകളാണ് ആദ്യം ദേശസാൽക്കരിച്ചത്. ഓക്കെ, 14 ബാങ്കുകൾ. അപ്പൊ എപ്പോഴാണ് നടന്നത്? 1969 ജൂലൈ 19 ആദ്യ ബാങ്ക് ദേശസാൽക്കരണം. എപ്പോഴാണ്? 1969 ജൂലൈ 19. 1969 ജൂലൈ 19 എന്താണ് നടന്നത്? ആദ്യ ബാങ്ക് ദേശസാൽക്കരണം നടന്നു. എപ്പോഴാണ്? 1969 ജൂലൈ 19. എത്രയാണ്? 14 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്. 14 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്. ഈ സമയത്ത് പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. രണ്ടിലും പ്രധാനമന്ത്രി ആരാണ്? രണ്ട് ബാങ്ക് ദേശസാൽക്കരണത്തിലും പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. പ്രസിഡന്റ് ആരാണ്? വി ഗിരിയാണ്. ഒന്നാം ബാങ്ക് ദേശസാൽക്കരണത്തിൽ പ്രസിഡന്റ് ആരാണ്?
VV ഗിരി. ഓക്കെ, അപ്പൊ 1969 ജൂലൈ 19 ആദ്യ ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത്. അതിൽ എത്ര ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്? 14 ബാങ്കുകളാണ്. എത്രയാണ്? 14 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്. ആ സമയത്തെ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി. പ്രസിഡന്റ് ആരാണ്? VV ഗിരി. ആരാണ് പ്രസിഡന്റ്? VV ഗിരിയാണ്. 50 കോടി ആസ്തിയുള്ള ബാങ്കുകളെയാണ് ഒന്നാം ഘട്ട ദേശസാൽക്കരണത്തിൽ ദേശസാൽക്കരിച്ചത്. ആദ്യം എത്രയാണ്? 50 കോടി ആസ്തിയുള്ളത്. 50 കോടി ആസ്തിയുള്ള ബാങ്കുകളൊക്കെയാണ് എത്ര? ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണത്തിൽ ദേശസാൽക്കരിച്ചത്. ഓക്കെ, അപ്പൊ 14 ബാങ്കുകളാണ്. ഇനി പഠിച്ചതൊക്കെ നോക്ക്. 1969 ജൂലൈ 19 ആദ്യ ബാങ്ക് ദേശസാൽക്കരണം. അതിൽ 14 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്. പിന്നെ ആ സമയത്തെ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. അല്ലെ, രണ്ടിലും പ്രധാനമന്ത്രി പഠിച്ചോ? ഇന്ദിരാഗാന്ധിയാണ്. എന്നാൽ ഇവിടെ ഒന്നാം ബാങ്ക് ദേശസാൽക്കരണത്തിൽ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചത് ആരാണ്? VV ഗിരിയാണ്. ആരാണ്? VV ഗിരി. ക്ലിയർ അല്ലേ? VV ഗിരിയാണ് പ്രസിഡന്റ്. 50 കോടി ആസ്തി ഉള്ളതാണ്. അല്ലെ, 50 കോടി ആസ്തി ഉള്ളതാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് വരും 200 കോടി ആസ്തി ഉള്ളതാണ് ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണത്തിൽ ദേശസാൽക്കരിച്ചതെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഒന്നാം ഘട്ടത്തിൽ 50 കോടിയാണ്. ഒന്നാം ഘട്ടത്തിൽ 50 കോടി. ഓക്കെ, അപ്പൊ 1969 ജൂലൈ 19 1969 ജൂലൈ 19 ആദ്യ ബാങ്ക് ദേശസാൽക്കരണം. 1969 ജൂലൈ 19 ആദ്യ ബാങ്ക് ദേശസാൽക്കരണം. 14 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. പ്രസിഡന്റ് VV ഗിരിയാണ്. ഓക്കെ, 50 കോടി അല്ലെ, 50 കോടി ആസ്തിയുള്ള ബാങ്കുകളെയാണ് ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണത്തിൽ ദേശസാൽക്കരിച്ചത്. ഈ പോയിന്റ്സ് ക്ലിയർ അല്ലേ? അപ്പൊ എപ്പോഴാണ് ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം? 1969 ജൂലൈ 19. 1969 ജൂലൈ 19. ആ സമയത്ത് ആരാണ് പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധിയാണ്. പ്രസിഡന്റ് ആരാണ്? പ്രസിഡന്റ് VV ഗിരിയാണ്. അല്ലെ, പ്രസിഡന്റ് VV ഗിരിയാണ്. എത്ര കോടി ആസ്തി ഉള്ളതാണ്? 50 കോടി ആസ്തിയുള്ള ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. എത്ര ബാങ്കുകളെയാണ് ഒന്നാം ഘട്ടത്തിൽ ദേശസാൽക്കരിച്ചത്? 14 ബാങ്കുകളെയാണ്. 14 ബാങ്ക്. ഇനി രണ്ടാം ഘട്ടം നടന്നത് 1980 ഏപ്രിൽ 15. ഓക്കെ, 1980 ഏപ്രിൽ 15 രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം. ഒന്നാം ഘട്ടം എപ്പോഴാണ്? 1969 ജൂലൈ 19. ഇത് ഇവിടെ കൂടെ തന്നെ എഴുതി വെക്കുക. അതാകുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പോവാം. 1969 ജൂലൈ 19. ഓക്കെ, ഇടക്കിടക്ക് ഇത് പറയുമ്പോൾ ഇതും കൂടെ ഒന്ന് വായിക്കണേ. 1969 ജൂലൈ 19 ഒന്നാം ഘട്ടം. രണ്ടാം ഘട്ടം 1980 ഏപ്രിൽ 15. 1980 ഏപ്രിൽ 15. എത്ര ബാങ്കുകളാണ്? 6 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്. എത്രയാണ്? 6 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്. എത്രയാണ്? 6 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്. ആദ്യം എത്രയാണ്? ആദ്യം 14 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്. ഇപ്പൊ 6 ബാങ്കുകൾ. അതായത് രണ്ടാം ഘട്ടത്തിൽ 6 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്. ഒന്നാം ഘട്ടത്തിൽ 14 ബാങ്കുകളും രണ്ടാം ഘട്ടത്തിൽ 6 ബാങ്കുകളുമാണ് ദേശസാൽക്കരിച്ചത്. ഒന്നാം ഘട്ടത്തിൽ 14 ബാങ്കുകളും രണ്ടാം ഘട്ടത്തിൽ 6 ബാങ്കുകളുമാണ് ദേശസാൽക്കരിച്ചത്. ഈ സമയത്തും പ്രധാനമന്ത്രി ആരാ? ഞാൻ പറഞ്ഞു രണ്ടിലും പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. നേരത്തെ VV ഗിരി ആയിരുന്നു പ്രസിഡന്റ്. ഇപ്പൊ ആരാണ്? നീലം സഞ്ജീവ റെഡ്ഡിയാണ്. നീലം സഞ്ജീവ റെഡ്ഡിയാണ് രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണത്തിൽ പ്രസിഡന്റ്. ആരാണ്? നീലം സഞ്ജീവ റെഡ്ഡി. ധനകാര്യ മന്ത്രി ആരാണ്? R വെങ്കിട്ടരാമനാണ്. ആരാണ്? R വെങ്കിട്ടരാമനായിരുന്നു ധനകാര്യമന്ത്രി. ഓക്കെ, രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണത്തിൽ ധനകാര്യമന്ത്രി ആരാണ്? അത് R വെങ്കിട്ടരാമനാണ്. അപ്പൊ നമുക്ക് ഡൗട്ട് ഉണ്ടാവും, ഒന്നാം ഘട്ടത്തിൽ നമ്മൾ ധനകാര്യമന്ത്രിനെ പഠിച്ചിട്ടില്ലല്ലോ. ഒന്നാം ഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി തന്നെ ആയിരുന്നു എന്ത്? ധനകാര്യമന്ത്രി. അപ്പൊ അതും കൂടെ ജസ്റ്റ് ഒന്ന്, ധനകാര്യം ആരാണ് കൈകാര്യം ചെയ്തത്? ഇന്ദിരാഗാന്ധിയാണ്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഒന്നാം ഘട്ടത്തിൽ ധനകാര്യമന്ത്രി ചോദിക്കുകയാണെങ്കിൽ അതാരാണ്? ഇന്ദിരാഗാന്ധി. ധനകാര്യം കൈകാര്യം ചെയ്തത് ഇന്ദിരാഗാന്ധി തന്നെയാണ്. രണ്ടാം ഘട്ടത്തിൽ ആരാണ്? R വെങ്കിട്ടരാമൻ. ആരാണ്? R വെങ്കിട്ടരാമനാണ് രണ്ടാം ഘട്ടത്തിൽ ധനകാര്യമന്ത്രി. അപ്പൊ രണ്ടാം ഘട്ടം നടന്നത് 1980 ഏപ്രിൽ 15. ഒന്നാം ഘട്ടം നടന്നത് 1969 ജൂലൈ 19. അപ്പൊ ഒന്നാം ഘട്ടം നടന്നത് 1969 ജൂലൈ 19. രണ്ടാം ഘട്ടം നടന്നത് 1980 ഏപ്രിൽ 15. ഓക്കെ, 6 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്. എപ്പോ? രണ്ടാം ഘട്ടത്തിൽ 6 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്. ഒന്നാം ഘട്ടത്തിലാണെങ്കിൽ എത്രയാണ്? 14 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്.
ദേശസാൽക്കരിച്ചത്? പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. പ്രസിഡന്റ് രണ്ടാം ഘട്ടത്തിൽ നീലം സഞ്ജീവ റെഡ്ഡിയും ഒന്നാം ഘട്ടത്തിൽ പ്രസിഡന്റ് വി ഗിരിയുമാണ്. ഓക്കെ, ഒന്നാം ഘട്ടത്തിൽ ആരാണ് പ്രസിഡന്റ്? വി ഗിരി. രണ്ടാം ഘട്ടത്തിൽ നീലം സഞ്ജീവ റെഡ്ഡി. ഒന്നാം ഘട്ടത്തിൽ ധനകാര്യമന്ത്രി ഇന്ദിരാഗാന്ധി തന്നെയാണ്. രണ്ടാം ഘട്ടത്തിൽ ആരാണ്? വെങ്കിട്ടരാമനാണ്. വെങ്കിട്ടരാമനാണ് ആര്? ധനകാര്യമന്ത്രി. 200 കോടി ആസ്തിയുള്ള ബാങ്കുകളെയാണ് രണ്ടാം ഘട്ടത്തിൽ ദേശസാൽക്കരിച്ചത്. ഞാൻ പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കണം. ഒന്നാം ഘട്ടത്തിൽ 200 കോടി ആസ്തി ഉള്ളതെന്ന് കൊടുത്താൽ അത് തെറ്റാണ്. ഒന്നാം ഘട്ടത്തിൽ 50 കോടി ഉള്ളതും രണ്ടാം ഘട്ടത്തിൽ 200 കോടി ഉള്ളതുമാണ്. ഓക്കെ, ഒന്നാം ഘട്ടത്തിൽ എത്രയാണ്? 50 കോടി ആസ്തി ഉള്ളതും രണ്ടാം ഘട്ടത്തിൽ 200 കോടി ആസ്തി ഉള്ളതുമാണ്. 200 കോടി ആസ്തിയുള്ള 6 ബാങ്കുകൾ. ഓക്കെ, രണ്ടാം ഘട്ടത്തിൽ 6 ബാങ്കുകൾ. എപ്പോഴാണ് രണ്ടാം ഘട്ടം? 1980 ഏപ്രിൽ 15. 1980 ഏപ്രിൽ 15-നാണ് രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം. ഒന്നാം ഘട്ടം 1969 ജൂലൈ 19. 1969 ജൂലൈ 19-നാണ് ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം. രണ്ടിലും ആരാണ് പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധിയാണ്. രണ്ടിലും പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ആദ്യഘട്ട ബാങ്ക് ദേശസാൽക്കരണം അല്ലെങ്കിൽ ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണത്തിൽ എത്ര ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചതെന്ന് ചോദിച്ചാൽ എത്രയാണ്? 14 ബാങ്കുകളാണ്. ഓക്കെ, രണ്ടാം ഘട്ടത്തിൽ 6 ബാങ്കുകളെയാണ്. ഒന്നാം ഘട്ടത്തിൽ 50 കോടി ആസ്തി ഉള്ളതും രണ്ടാം ഘട്ടത്തിൽ 200 കോടി ആസ്തി ഉള്ളതും. ക്ലിയർ അല്ലേ? ഒന്നാം ഘട്ടത്തിൽ എത്രയാണ്? 50 കോടി ആസ്തി ഉള്ളതും രണ്ടാം ഘട്ടത്തിൽ 200 കോടി ആസ്തി ഉള്ളതും. രണ്ടിലും പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണത്തിൽ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ വി ഗിരി. രണ്ടാം ഘട്ടത്തിൽ അത് നീലം സഞ്ജീവ റെഡ്ഡി. രണ്ടാം ഘട്ടത്തിൽ ധനകാര്യമന്ത്രി ആരാണ്? ധനകാര്യമന്ത്രി വെങ്കിട്ടരാമനാണ്. ആരാണ്? വെങ്കിട്ടരാമൻ. ഒന്നാം ഘട്ടത്തിലാണെങ്കിൽ അത് ഇന്ദിരാഗാന്ധി തന്നെ ആണ്. ഇത്രയും പോയിന്റ്സ് ക്ലിയർ അല്ലേ? ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ നിങ്ങൾക്ക് കിട്ടിയല്ലോ. 1969 ജൂലൈ 19-നാണ് ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത്. രണ്ടാം ഘട്ടം നടന്നത് 1980 ഏപ്രിൽ 15-നാണ്. 2 ഡേറ്റും നിങ്ങൾക്ക് കിട്ടി. പിന്നെ എത്ര ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചതെന്നാണ്. അതെപ്പോഴും സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വരാറുണ്ട്. എത്രയാണ്? 14 ബാങ്കുകളാണ് ഒന്നാം ഘട്ടത്തിൽ ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണത്തിൽ ദേശസാൽക്കരിച്ചത്. 14 ബാങ്കുകളാണ്. രണ്ടാം ഘട്ടത്തിൽ 6 ബാങ്കുകളാണ്. ഒന്നാം ഘട്ടത്തിൽ 50 കോടി ആസ്തി ഉള്ളതും രണ്ടാം ഘട്ടത്തിൽ 200 കോടി ആസ്തി ഉള്ളതും. ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. പ്രസിഡന്റ് ആരാണ്? ഒന്നാം ഘട്ടത്തിൽ വി ഗിരിയും രണ്ടാം ഘട്ടത്തിൽ നീലം സഞ്ജീവ റെഡ്ഡി. രണ്ടാം ഘട്ടത്തിൽ ധനകാര്യമന്ത്രി ആരാണ്? വെങ്കിട്ടരാമൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ഓക്കെ, ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. ഇനി നിങ്ങളൊന്ന് പറയോ, ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് എപ്പോഴാണ്? 1969 എപ്പോഴാണ്? ജൂലൈ 19. 1969 ജൂലൈ 19. ക്ലിയർ അല്ലേ? 1969 ജൂലൈ 19. എത്ര ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്? എത്രയാണ്? 14 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. 14 ബാങ്കുകൾ. എത്ര കോടി ആസ്തി ഉള്ളത്? 50 കോടി. 50 കോടി ആസ്തി. 50 കോടി ആസ്തിയുള്ള 14 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. ആ സമയത്തെ പ്രധാനമന്ത്രി ആരാണ്? നമുക്കറിയാം, ഇന്ദിരാഗാന്ധിയാണ്. പ്രസിഡന്റ് ആരാണ്? വി ഗിരിയാണ്. ആദ്യത്തതിൽ ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണത്തിൽ പ്രസിഡന്റ് ആരാണ്? വി ഗിരിയാണ്. രണ്ടാം ഘട്ടത്തിലാണ് നീലം സഞ്ജീവ റെഡ്ഡി. രണ്ടാം ഘട്ടത്തിൽ ധനകാര്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ വെങ്കിട്ടരാമൻ. ഇത്രയും പോയിന്റ്സ് ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ബാങ്ക് ദേശസാൽക്കരണവുമായി ബന്ധപ്പെട്ട് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ ക്ലിയർ അല്ലേ? ഇനി നിലവിൽ ഇന്ത്യയിൽ ദേശസാൽകൃത ബാങ്കുകളുടെ എണ്ണം എത്രയാണ്? 12 എണ്ണമാണ്. ദേശസാൽക്കരിച്ച് കഴിഞ്ഞ ബാങ്കുകൾ എത്രയാണ്? 12 ദേശസാൽകൃത ബാങ്കുകളാണ് ഉള്ളത്. എത്രയാണ്? 12. ഓക്കെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ച വർഷം 1949 ജനുവരി 1-നാണ്. 1900. ഇത് നമുക്ക് RBI നമുക്ക് പഠിക്കാണ്ട്. ഓക്കെ, RBI 1935 ഏപ്രിൽ 1-നാണ് RBI നിലവിൽ വന്നത്. പിന്നെ RBIയുടെ മുദ്രയിൽ എന്തൊക്കെയാണ് മുദ്രണം ചെയ്തിരിക്കുന്നത്? എണ്ണപ്പന, കടു, അതൊക്കെ നമുക്ക് പഠിക്കാണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പഠിക്കാം. 1949 ജനുവരി 1. 1949 ജനുവരി 1-നാണ് എന്ത്? RBI ദേശസാൽക്കരിച്ചത്. RBI ദേശസാൽക്കരിച്ചത് എപ്പോഴാണ്? 1949 ജനുവരി 1-നാണ്. 1949 ജനുവരി 1-നാണ് എന്ത്? RBI ദേശസാൽക്കരിച്ചത്. ഇമ്പോർട്ടന്റ് ആണ്, ഇത് പഠിച്ചു വെക്കണം. 1949-ലാണ്. 1949 എപ്പോഴാണ്? ജനുവരി 1-നാണ് RBI ദേശസാൽക്കരിച്ചത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ചത് 1949 ജനുവരി 1. 1949 ജനുവരി 1. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരണത്തിന് വിധേയമായത് എന്താണ്? 1955-ലാണ്. 1955-ലാണ് നമുക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. എപ്പോന്ന് ചോദിച്ചാലും എപ്പോഴാണ്? 1955-ആണ്. കാരണം എന്താ? ആദ്യം അത് ഇമ്പീരിയർ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അത് പിന്നീട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് നിലവിൽ വന്നത് 1955 ജൂലൈ 1-നാണ്. 1955 ജൂലൈ 1
ഓക്കെ. അപ്പൊ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 1955-ലും 1949 ഏതാണ്? 1949 ഏതാന്ന് ചോദിച്ചാൽ RBI 1949 ജനുവരി 1 ജനുവരി 1. ഓക്കെ, ജനുവരി 1. ക്ലിയർ അല്ലേ? അപ്പൊ 1949 ജനുവരി 1 എന്ത് RBI ദേശസാൽക്കരിച്ചത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ചത് 1955 ജൂലൈ 1. ഓക്കെ, എത്ര ദേശസാൽകൃത ബാങ്കുകളാണ് ഇപ്പൊ നിലവിലുള്ളത്? 12 എണ്ണാണ്. SBI ഉൾപ്പെടെ 12 ദേശസാൽകൃത ബാങ്കുകളാണ് നിലവിലുള്ളത്. 12 എണ്ണം. ഓക്കെ, എണ്ണം തെറ്റരുത്. നമുക്ക് ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണത്തിൽ എത്രയാണ്? 14 ഓരോ എണ്ണങ്ങളൊന്ന് പറഞ്ഞു പോവാം. 14. പിന്നെ രണ്ടാം ഘട്ടത്തിൽ 6 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്. ഒന്നാം ഘട്ടത്തിൽ 50 കോടി ആസ്തി ഉള്ളത്, രണ്ടാം ഘട്ടത്തിൽ 200 കോടി ആസ്തി ഉള്ളത്. പിന്നെ ഏതൊക്കെ ഡേറ്റ് ആണ് പഠിച്ചത്? ഒന്ന് RBI എപ്പോഴാണ് ദേശസാൽക്കരിച്ചത്? 1949 ജനുവരി 1 1949 ജനുവരി 1 RBI ദേശസാൽക്കരിച്ചത്. പിന്നെ SBI 1955 എന്നാണ്? ജൂലൈ 1 അല്ലേ? ഇതാ ജൂലൈ 1 1955 ജൂലൈ 1 1955 ജൂലൈ 1 എന്ത് SBI ദേശസാൽക്കരിച്ചത്. RBI 1949, SBI 1955. ഓക്കെ, പിന്നെ ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് 1969 ജൂലൈ 19. അതൊക്കെ ക്ലിയർ ആണ്. ഇത്രയും നേരം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചതല്ലേ. 1969 ജൂലൈ 19 ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം. രണ്ടാം ഘട്ടം നടന്നത് 1980 ഏപ്രിൽ 15 1980 ഏപ്രിൽ 15 രണ്ടാം ഘട്ടം. ഓക്കെ, അപ്പൊ ഒന്നാം ഘട്ടം 1949 ജൂലൈ 19, രണ്ടാം ഘട്ടം 1980 ഏപ്രിൽ 15. ഡേറ്റുകളും ക്ലിയർ ആണ്. പിന്നെ എണ്ണവും കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? നിലവിൽ എത്ര ദേശസാൽകൃത ബാങ്കുകളാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ എത്രയാണ്? 12 ദേശസാൽകൃത ബാങ്കുകളാണ് ഉള്ളത്. നിലവിൽ എത്രയാണ്? 12 എണ്ണാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ RBI ദേശസാൽക്കരിച്ച ഡേറ്റ് പഠിക്കണം. എപ്പോഴാണ്? 1949 ജനുവരി 1, SBI 1955 ജൂലൈ 1. ഓക്കെ, അപ്പൊ ക്ലിയർ ആണ്. RBI SBI ഒക്കെ ക്ലിയർ ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇപ്പൊ എന്തൊക്കെ പഠിച്ചു? 1969 അല്ലെ ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം. രണ്ടിലും പ്രധാനമന്ത്രി ആരാന്ന് അറിഞ്ഞു വെച്ചോ. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറ്റി തരും. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറ്റിയിട്ട് ആരെ തരും? വേറെ, അതായത് വേറെ ഏതെങ്കിലും പ്രധാനമന്ത്രി രണ്ടാം ഘട്ടത്തിൽ വേറെ പ്രധാനമന്ത്രി ആണെന്ന് തന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് തെറ്റിപ്പോരുത്. രണ്ട് ഘട്ടത്തിലും ആരാണ്? രണ്ട് ഘട്ടത്തിലും പ്രധാനമന്ത്രി ആരാണ്? രണ്ട് ഘട്ടത്തിലും ഇന്ദിരാഗാന്ധിയാണ്. ഓക്കെ, ദേശായി ആണെന്നൊക്കെ തരികയാണെങ്കിൽ എന്താണ്? അത് തെറ്റാണ്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക. 1969-ലും 1980-ലും പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ആദ്യത്തേതില് പ്രസിഡന്റ് ആരാന്ന് വെച്ചാൽ വി വി ഗിരി. അതായത് പ്രസിഡന്റ് മാറ്റമുണ്ട്. ഒന്നാമത്തേതിൽ വി ഗിരിയും രണ്ടാമത്തേതിൽ നീലം സഞ്ജീവ റെഡ്ഡിയാണ്. ശ്രദ്ധിച്ചു പഠിക്കുക. ഓക്കെ, ഇനി നോട്ട് നിരോധനം. ഓക്കെ, ബാങ്ക് ദേശസാൽക്കരണം കഴിഞ്ഞു. ഇനി നമുക്ക് നോട്ട് നിരോധനം കൂടെ നോക്കാം. എത്ര തവണയാണ് നോട്ട് നിരോധനം നടന്നത്? 3 തവണയാണ്. 1946, 1978, 2016. അങ്ങനെ 3 തവണയാണ് ഇന്ത്യയിൽ നോട്ട് നിരോധനം നടന്നിട്ടുള്ളത്. 1946 വേവൽ പ്രഭു ആണ് നോട്ട് നിരോധിച്ചത്. എപ്പോഴാണ്? 1946. അതായത് ആദ്യം നോട്ട് നിരോധിച്ചത് വേവൽ പ്രഭു ആണ്. ആ സമയത്ത് RBI ഗവർണർ ആരാന്ന് വെച്ചാൽ ആരാണ്? CD ദേശ്മുഖ് ആണ്. CD ദേശ്മുഖ്. ഓക്കെ, ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ് ഈ CD ദേശ്മുഖ്? RBI ഗവർണറായ ആദ്യ ഇന്ത്യക്കാരനാണ് CD ദേശ്മുഖ്. RBI ഗവർണറായ ആദ്യ ഇന്ത്യക്കാരനാരാണ്? CD ദേശ്മുഖ് ആണ്. RBI ഗവർണറായ ആദ്യ ഇന്ത്യക്കാരനാണ് CD ദേശ്മുഖ്. ആദ്യ ഇന്ത്യക്കാരൻ എങ്ങനെ ഓർത്തു വെക്കുക? ആദ്യ ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ദേശക്കാരനാണ്. ഓക്കെ, നമ്മുടെ ദേശം. ഓക്കെ, അപ്പൊ ദേശ്മുഖ്. ഓക്കെ, അപ്പൊ RBI ഗവർണറായ ആദ്യ ഇന്ത്യക്കാരൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ചോദ്യം വന്ന ആര് കിട്ടണം? CD ദേശ്മുഖ് കിട്ടണം. എങ്ങനെ കണക്ട് ചെയ്യണം? ആദ്യ ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശക്കാരനാണെന്ന് കണക്ട് ചെയ്യുക. നമ്മുടെ ദേശം വെച്ചിട്ട് ദേശ്മുഖ് കണക്ട് ചെയ്യുക. നമ്മുടെ ദേശം. ഓക്കെ, ദേശം വെച്ചിട്ട് കണക്ട് ചെയ്യാലോ. അപ്പോ ഇന്ത്യക്കാരൻ ആരാന്ന് ചോദിച്ചാൽ RBI ഗവർണറായ ആദ്യ ഇന്ത്യക്കാരൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? CD ദേശ്മുഖ് ആണ്. CD ദേശ്മുഖ്. അപ്പൊ 1946 നോട്ട് നിരോധനം കൊണ്ടുവന്നത് ആരാണ്? വേവൽ പ്രഭു ആണ്. ആരാണ്? വേവൽ പ്രഭു. ആ സമയത്തെ RBI ഗവർണർ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? CD ദേശ്മുഖ് ആണ്. 500, 1000, 10,000 എന്നീ നോട്ടുകളാണ് നിരോധിച്ചത്. ഓക്കെ, അപ്പോൾ ആദ്യം നോട്ട് 1946 നോട്ട് നിരോധനത്തിൽ എത്രയാണ്? 1946 നോട്ട് നിരോധിച്ചപ്പോൾ 3 നോട്ടുകൾ ഏതൊക്കെയാണ്? 500, 1000, 10,000. 500, 1000, 10,000 എന്നീ നോട്ടുകളാണ് നിരോധിച്ചത്. ആ സമയത്ത് നോട്ട് നിരോധനം നടപ്പിലാക്കിയത് ആരാണ്? വേവൽ പ്രഭു ആണ്. ഓക്കെ, ആരാണ്? വേവൽ പ്രഭു. സോറി. ഓക്കെ,
ഓക്കെ, അപ്പൊ 500, 1000, 10,000 എന്നീ നോട്ടുകളാണ് നിരോധിച്ചത്. ആരാണ് നോട്ട് നിരോധനം ഏർപ്പെടുത്തിയത്? വേവൽ പ്രഭുവാണ്. പിന്നെ ആ സമയത്ത് RBI ഗവർണർ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? CD ദേശ്മുഖ് ആണ്. ഈ CD ദേശ്മുഖ് ആണ് RBI ഗവർണറായ ആദ്യ ഇന്ത്യക്കാരൻ. ഓക്കെ, അപ്പൊ 1946 ക്ലിയർ ആയല്ലോ. ആരാണ് നടത്തിയതെന്ന് ചോദിച്ചാൽ ആരാണ്? വേവൽ പ്രഭുവാണ്. അത് പഠിച്ചു വെക്കുക. പിന്നെ ആ സമയത്തെ RBI ഗവർണർ ആരാണ്? CD ദേശ്മുഖ് ആണെന്ന് അറിഞ്ഞു വെക്കുക. 500, 1000, 10,000 എന്നീ നോട്ടുകളാണ് നിരോധിച്ചത്. അത്ര ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, പിന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സ്വാതന്ത്ര്യത്തിന് ശേഷം അല്ലെ, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ നടപ്പിലാക്കിയ ആദ്യ നോട്ട് നിരോധനം 1978 1978 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നോട്ട് നിരോധനം. ഓക്കെ, പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആണ്. ആ സമയത്ത് പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? മൊറാർജി ദേശായി ആണ്. ഓക്കെ, മൊറാർജി ദേശായി ആണ് പ്രധാനമന്ത്രി. RBI ഗവർണർ ആരാണ്? IG പട്ടേൽ ആണ്. ആരാണ്? IG പട്ടേൽ. ഓക്കെ, അപ്പൊ 1978 പ്രധാനമന്ത്രി ആരാണ്? മൊറാർജി ദേശായി. 1978 നോട്ട് നിരോധനം നടപ്പിലാക്കുമ്പോൾ പ്രധാനമന്ത്രി ആരാണ്? മൊറാർജി ദേശായി ആണ്. ആ സമയത്ത് RBI ഗവർണർ ആരാണ്? IG പട്ടേൽ ആണ്. IG പട്ടേൽ ആണ്. ക്ലിയർ അല്ലേ? 1000, 5000, 10,000 എന്നീ നോട്ടുകളാണ് നിരോധിച്ചത്. നേരത്തെ നമ്മൾ പഠിച്ചു 500, 1000 പിന്നെ ഏതാണ്? 10,000 എന്നീ നോട്ടുകളാണ് നിരോധിച്ചത്. 1946 അല്ലെ, 1946 500, 1000, 10,000 എന്നീ നോട്ടുകളാണ് നിരോധിച്ചത്. 1978 ഏതൊക്കെയാണ്? 1000, 5000, 10,000, 1000, 5000, 10,000 എന്നീ നോട്ടുകളാണ് നിരോധിച്ചത്. ഓക്കെ, ഇത് നടപ്പിലാക്കിയത് ആരാണ്? വേവൽ പ്രഭുവാണ്. ഇതിൽ ഈ സമയത്തെ പ്രധാനമന്ത്രി ആരാന്നാണ് ചോദ്യം വരിക. 1978 നോട്ട് നിരോധന സമയത്തെ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അത് മൊറാർജി ദേശായി ആണ്. ഓക്കെ, മൊറാർജി ദേശായി. ആ സമയത്തെ RBI ഗവർണർ ആരാണ്? IG പട്ടേൽ ആണ്. 1978 നോട്ട് നിരോധന സമയത്തെ RBI ഗവർണർ ആരാണ്? IG പട്ടേൽ. ഇനി 1946 നോട്ട് നിരോധന സമയത്താണെങ്കിലോ അത് നമ്മുടെ ഇന്ത്യക്കാരൻ RBI ഗവർണറായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? CD ദേശ്മുഖ് ആണ് RBI ഗവർണർ. 1000, 5000, 10,000 എന്നീ നോട്ടുകളാണ് നിരോധിച്ചത്. അപ്പൊ 1946 നടപ്പിലാക്കിയത് ആരാന്ന് അറിഞ്ഞു വെച്ചോ? അത് വേവൽ പ്രഭുവാണ്. ആ സമയത്ത് RBI ഗവർണർ ആരാന്ന് പഠിച്ചു വെച്ചോ? CD ദേശ്മുഖ് ആണ്. ആരാണ്? CD ദേശ്മുഖ് ആണ്. ഏതൊക്കെ നോട്ടുകളാണ് നിരോധിച്ചത്? 500, 1000, 10,000. ഇവിടെ 1000, 5000, 10,000. ഓക്കെ, രണ്ടാം ഘട്ടത്തിൽ 1000, 5000, 10,000. അപ്പൊ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും ക്ലിയർ അല്ലേ? ഓക്കെ, ആദ്യത്തതിൽ RBI ഗവർണർ ആരാണ്? CD ദേശ്മുഖ് ആണ്. രണ്ടാമത്തതിലെ RBI ഗവർണർ 1978 RBI ഗവർണർ ആരാണ്? IG പട്ടേൽ ആണ്. ഓക്കെ, എന്താ പ്രധാനമന്ത്രി ആരാണ്? മൊറാർജി ദേശായി ആണ്. അത്രയും അറിഞ്ഞു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട് പഠിക്കാനുള്ളത് ഇതാണ്. മൂന്നാമത്തെ നോട്ട് നിരോധനം. അതായത് 2016 നവംബർ 8 നോട്ട് നിരോധനം നടപ്പിലാക്കിയത്. എപ്പോഴാണ്? 2016 നവംബർ 8 മൂന്നാമത്തെ നോട്ട് നിരോധനം പ്രാബല്യത്തിൽ വന്നത് എപ്പോഴാണ്? 2016 നവംബർ 9 അതായത് നോട്ട് നിരോധിച്ചു എന്ന് പറയുന്നത് 2016 നവംബർ 8 എന്നാൽ അത് നോട്ട് നിരോധനം നടപ്പിലാക്കിയത്, അതായത് അത് പ്രാബല്യത്തിൽ വന്നത് എപ്പോഴാണ്? 2016 നവംബർ 9 അതായത് പിറ്റേ ദിവസം. ഓക്കെ, 2016 നവംബർ 8 നോട്ട് നിരോധനം പ്രഖ്യാപിച്ചത് അല്ലെ. നോട്ട് നിരോധനം പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? അത് 2016 നവംബർ 8 പിന്നെ 2016 നവംബർ 9 അത് പ്രാബല്യത്തിൽ വന്നത്. പ്രധാനമന്ത്രി നമുക്കൊക്കെ അറിയാം, അത് നരേന്ദ്രമോദിയാണ് അല്ലെ. ആട് സിനിമ കണ്ടവർക്കൊക്കെ അറിയാം, ഹമാരെ ദേശവാസിയോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ടെൽ മീ മൈ പ്രൈം മിനിസ്റ്റർ, മറ്റേ ഡ്യൂഡിലെ ആ സിനിമയില് വിനായകൻ പറയുന്നുണ്ട് ടെൽ മീ മൈ പ്രൈം മിനിസ്റ്റർ, ടെൽ മീ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സിനിമ കണ്ടവർക്ക് ഇപ്പൊ തന്നെ കത്തും, അല്ലാത്തവർക്കും അറിയാം. ഓക്കെ, 2016 ഇവിടെ നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി എന്ന് ഇതിപ്പോ പഠിക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പൊ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ എപ്പോഴാണ്? 2016 നവംബർ 8 മൂന്നാമത്തെ നോട്ട് നിരോധനം നടപ്പിലാക്കിയത്. ഓക്കെ, അത് പ്രാബല്യത്തിൽ വന്നത് നവംബർ 9 ആ രണ്ട് ഡേറ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. RBI ഗവർണർ ആരാണ്? ഊർജിത് പട്ടേൽ ആണ്. ആരാണ്? ഊർജിത് പട്ടേൽ ആണ് RBI ഗവർണർ. ആരാണ്? ഊർജിത് പട്ടേൽ. ആരാണ്? ഊർജിത് പട്ടേൽ. ഊർജിത് പട്ടേൽ. നോട്ട് നിരോധനത്തിന് പ്രധാനമന്ത്രിക്ക് പ്രേരണ നൽകിയ സാമ്പത്തിക വിദഗ്ധൻ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, അനിൽ ബോഗിലാണ്. ആരാണ്? അനിൽ ബോഗിൽ. ആരാണ്? അനിൽ ബോഗിലാണ്. അനിൽ ബോഗിൽ. അനിൽ ബോഗിലാണ് നോട്ട് നിരോധനത്തിന് പ്രധാനമന്ത്രിക്ക് പ്രേരണ നൽകിയ സാമ്പത്തിക വിദഗ്ധൻ. ആരാണ്? അനിൽ ബോഗിൽ. അനിൽ ബോഗിൽ. അനിൽ ബോഗിലാണ്. 500, 1000 നോട്ടുകളാണ് നിരോധിച്ചത്. ഏതൊക്കെയാണ്? 500, 1000 നോട്ടുകളാണ് നിരോധിച്ചത്. 500, 1000 അത് നമുക്കറിയാലോ. 500, 1000 നോട്ടുകളാണ് നിരോധിച്ചത്. അപ്പൊ
എപ്പോഴാണ്? 2016 നവംബർ 8-നാണ് മൂന്നാമത്തെ നോട്ട് നിരോധനം. അത് പ്രാബല്യത്തിൽ വന്നത് നവംബർ 9-നാണ്. ആ സമയത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ആ സമയത്തെ RBI ഗവർണർ ഊർജിത് പട്ടേലാണ്. പിന്നെ അത് ഉപദേശം നൽകിയത് ആരാണ്? അനിൽ ബോഗിലാണ്. ഓക്കെ, പ്രധാനമന്ത്രിയെ പ്രേരിപ്പിച്ചത് ആരാണ്? അനിൽ ബോഗിലാണ്. 500, 1000 നോട്ടുകളാണ് നിരോധിച്ചത്. അപ്പൊ എപ്പോഴാണ്? 2016 നവംബർ 8-നാണ് നോട്ട് നിരോധനം. ഓക്കെ, അത് പ്രാബല്യത്തിൽ വന്നത് നവംബർ 9-നാണ്. നവംബർ 9-നാണ് പ്രാബല്യത്തിൽ വന്നത്. 500, 1000 നോട്ടുകളാണ് നിരോധിച്ചത്. ഏതൊക്കെയാണ്? 500, 1000 നോട്ടുകളാണ് നിരോധിച്ചത്. ആ സമയത്തെ പ്രധാനമന്ത്രി ആരാണ്? അത് നരേന്ദ്രമോദിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി. RBI ഗവർണർ ആരാണ്? ഊർജിത് പട്ടേലാണ്. ആരാണ്? ഊർജിത് പട്ടേൽ. ഓക്കെ, അപ്പൊ അത്രയും ക്ലിയർ അല്ലേ? ഇതുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ നോട്ട് നിരോധനം എപ്പോഴാണ്? 2016 നവംബർ 8-നാണ്. അത് പ്രാബല്യത്തിൽ വന്നത് നവംബർ 9-നാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. RBI ഗവർണർ ഊർജിത് പട്ടേലാണ്. ഓക്കെ, RBI ഗവർണർ ഊർജിത് പട്ടേലാണ്. പിന്നെ പ്രധാനമന്ത്രിക്ക് പ്രേരണ നൽകിയത് ആരാണ്? അനിൽ ബോഗിലാണ്. ആരാണ്? അനിൽ ബോഗിലാണ്. 500, 1000 നോട്ടുകളാണ് നിരോധിച്ചത്. ഓക്കെ, പിന്നെ രണ്ടാം ഘട്ടം, അതായത് 1978-ലെ നോട്ട് നിരോധനം. ആ സമയത്തെ പ്രധാനമന്ത്രി ആരാണ്? മൊറാർജി ദേശായി ആണ്. ആരാണ്? മൊറാർജി ദേശായി അല്ലെ? മൊറാർജി ദേശായിയാണ്. പിന്നെ IG പട്ടേലാണ് നമ്മുടെ RBI ഗവർണർ. പിന്നെ ഏതൊക്കെ നോട്ടുകളാണ് നിരോധിച്ചത്? 1000, 5000, 10000 എന്നീ നോട്ടുകളാണ് നിരോധിച്ചത്. അത്രയും ക്ലിയർ ആണ്. പിന്നെ അതിനു മുമ്പ്, അതായത് 1946 നടന്നതിൽ ഏതൊക്കെ നോട്ടുകളാണ് നിരോധിച്ചത്? 500, 1000, 10000 എന്നീ നോട്ടുകളാണ് നിരോധിച്ചത്. അതും ക്ലിയർ ആണ്. അത് നടപ്പിലാക്കിയത് ആരാന്ന് ചോദിച്ചാൽ വേവൽ പ്രഭു ആണ്. പിന്നെ RBI ഗവർണർ ആരാണ്? നമ്മുടെ ദേശക്കാരൻ അല്ലെ? CD ദേശ്മുഖ്. ആദ്യ RBI ഗവർണറായ ആദ്യ ഇന്ത്യക്കാരനാണ് ആ സമയത്തെ RBI ഗവർണർ. അത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഹിന്ദ് സ്വരാജാണ്. നമ്മളിത് NCERT നിന്ന് എടുത്തിട്ടുള്ളതാണ്. NCERT-ൽ നിന്ന് എടുത്തത് കൊണ്ട് വരാതിരിക്കില്ല. NCERT-ൽ നിന്ന് എടുത്തത് കൊണ്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഹിന്ദ് സ്വരാജ് അപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. ഹിന്ദ് സ്വരാജ് എന്താണ്? ഗാന്ധിജിയുടെ ആദ്യത്തെ കൃതിയാണ് അല്ലെ? ഗാന്ധിജി എഴുതിയ ആദ്യ പുസ്തകമാണ് ഹിന്ദ് സ്വരാജ്. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് പഠിക്കാം. മുമ്പുള്ള കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വരാം. അതായത് നമ്മൾ മുമ്പ് പഠിച്ച കാര്യങ്ങൾ ഞാൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ വിറ്റാമിൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ വിറ്റാമിൻസിനെ പറ്റിയിട്ട് ഒന്നും കൂടെ പറയാം. വിറ്റാമിൻസ് കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചത് ആരാണ്? ഫ്രെഡറിക് ഹോഫ്കിൻ ആണ്. വിറ്റാമിൻസിന് പേര് നിർദ്ദേശിച്ചത് ആരാണ്? കാസിമർ ഫങ്കാണ്. ഒന്ന് എന്റെ കൂടെ റിപ്പീറ്റ് ചെയ്ത് തന്നെ ഞാൻ ചോദിക്കും, എന്നിട്ട് ഞാൻ പറഞ്ഞു തരുള്ളൂ. അപ്പൊ ചോദിക്കുമ്പോൾ നിങ്ങൾ തന്നെ വേഗം ഒപ്പം ആൻസർ ചെയ്ത് വരിക. രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ C ആണ്. എന്താ വിറ്റാമിൻ സിയുടെ രാസനാമം? വിറ്റാമിൻ സി ഇങ്ങനെ ഇരിക്കല്ലേ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. വിറ്റാമിൻ സി ഇങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ ഇരുന്ന് കാന്തം പോലെ ഇങ്ങനെ വലിച്ചെടുക്കുക, അബ്സോർബ്. അതിന് വെച്ചിട്ട് അസ്കോർബ് പഠിച്ചു വെക്കുക. അസ്കോർബിക് ആസിഡ് ആണ് വിറ്റാമിൻ സിയുടെ രാസനാമം. പിന്നെ വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് സ്കർവി ഇല്ലേ? സ്കർവി, അതാണ് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി. അപ്പൊ പഠിച്ചു വെക്കുക, നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി. ഓക്കെ, അപ്പൊ സ്കർവി ഏത് വിറ്റാമിന്റെ അപര്യാപ്തത മൂലമാണ്? വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലം. പിന്നെ വിറ്റാമിൻ ഡി ആണ് സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ. എല്ലിന്റെയും പല്ലിന്റെയൊക്കെ ബലത്തിന് ആവശ്യമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി. അത് വെച്ചിട്ടും പഠിച്ചു വെക്കുക. അപ്പൊ സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി. സൂര്യപ്രകാശത്തിൽ നശിച്ചു പോകുന്ന വിറ്റാമിൻ ഏതാന്ന് ചോദിച്ചാൽ അത് വിറ്റാമിൻ B2 ആണ് അല്ലെ? പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ B2. അപ്പൊ അത് പഠിച്ചു വെക്കുക. വിറ്റാമിൻ B2 ആണ് സൂര്യപ്രകാശത്തിൽ നശിച്ചു പോകുന്ന വിറ്റാമിൻ. എന്നാൽ ചൂടാക്കുന്നതിലൂടെയും മൂത്രത്തിലൂടെയൊക്കെ നഷ്ടമാകുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി അല്ലെ? വിറ്റാമിൻ സി ആണ് ചൂടാക്കുമ്പോഴും മൂത്രത്തിലൂടെയൊക്കെ നഷ്ടമാകുന്നത്. പിന്നെ വിറ്റാമിൻ എ ആണ് കണ്ണിന് ആവശ്യമായ വിറ്റാമിൻ അല്ലെ? റെറ്റിനോൾ. രാസനാമം എന്താണ്? റെറ്റിനോൾ. കണ്ണിലെ ഒരു ഭാഗമാണ് റെറ്റിന. അത് വെച്ച് കണക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വിറ്റാമിൻ എയുടെ രാസനാമം ചോദിച്ചാൽ റെറ്റിനോൾ എന്നാണ് അല്ലെ? ഈ വിറ്റാമിൻ എ ആണ് പ്രോ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത്. പ്രോ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ എ ആണ്. പ്രോ വിറ്റാമിൻ എ ആണ്. ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ ആണ്. സൺഷൈൻ വിറ്റാമിൻ, സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് വിറ്റാമിൻ ഡി ആണ്. അപ്പൊ വിറ്റാമിൻസ് ഒക്കെ ഏകദേശം ക്ലിയർ അല്ലേ? പിന്നെ നമ്മൾ ദ്രവ്യത്തിന്റെ അവസ്ഥകളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ ഇമ്പോർട്ടന്റ് ആണ്. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? പ്ലാസ്മയാണ്. ഓക്കെ, പിന്നെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം അല്ലെ? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ഹൈഡ്രജൻ ആണ്. നമുക്ക് ചോദ്യം വരാറുണ്ട്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഏതാന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഏതാന്ന് ചോദിച്ചാൽ നൈട്രജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ഏതാന്ന് ചോദിച്ചാൽ ഓക്സിജൻ. ഓക്സിജൻ കണ്ടെത്തിയത് ആരാണ്? ഓക്സിജൻ കണ്ടെത്തിയത് ജോസഫ് പ്രീസ്ലി ആണ്. ജോസഫ് പ്രീസ്ലി ആണ് ഓക്സിജൻ കണ്ടെത്തിയത് അല്ലെ? ഓക്സിജൻ കണ്ടെത്തിയത് ജോസഫ് പ്രീസ്ലി ആണ്. അപ്പൊ ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ്? ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജന്റെ ആറ്റോമിക നമ്പർ ചോദിക്കും. ആറ്റോമിക നമ്പർ 1 ആണ് അല്ലെ? ഹൈഡ്രജന്റെ ആറ്റോമിക നമ്പർ 1 ആണ്. അത് പഠിച്ചു വെക്കണം. ആറ്റോമിക നമ്പർ 1 ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഓക്കെ, പിന്നെ 1, 2 ഒക്കെ പഠിക്കണം. 1 ഹൈഡ്രജൻ, 2 ഹീലിയം, 3 ലിത്തിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. ഓക്സിജന്റെ ആറ്റോമിക നമ്പർ 8 ആണ്. അതും പഠിച്ചു വെക്കണം. കാർബൺ 6 ആണ്. കാർ 6 അല്ലെ? 6 ആണ്. ഹൈഡ്രജൻ, ഹീലിയം, ലിത്തിയം, ബെർലിയം,
ബെർലിയം ബോറോൺ കാർബൺ, 6 ആണ് കാർബൺ. പിന്നെ കാർബൺ ഹൈഡ്രജൻ ഹീലിയം ലിത്തിയം ബെർലിയം ബോറോൺ കാർബൺ, കാർബൺ കഴിഞ്ഞാൽ 7 നൈട്രജൻ, പിന്നെ 8 ഓക്സിജൻ, പിന്നെ ഫ്ലൂറിൻ 9, 10 നിയോൺ. ഈ 10 ആണെങ്കിലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പൊ ഹൈഡ്രജൻ ഹീലിയം ലിത്തിയം ബെർലിയം ബോറോൺ കാർബൺ നൈട്രജൻ ഓക്സിജൻ ഫ്ലൂറിൻ നിയോൺ, അത്രയും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, അപ്പോൾ ഒരുപാട് ആറ്റോമിക് നമ്പറുകൾ നമുക്ക് പഠിക്കാണ്ട് അതൊരു ക്ലാസ് ആയിട്ട് തന്നെ നമുക്ക് കൊണ്ടുവരാം കേട്ടോ. കുറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്വർണ്ണത്തിന്റെ ആറ്റോമിക് നമ്പർ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് ഒരു ക്ലാസ്സിൽ കൊണ്ടുവരാം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലിയർ അല്ലേ? നമ്മൾ മുമ്പ് പഠിച്ച കാര്യങ്ങളൊക്കെ ഏകദേശം ഇപ്പോഴും ഓർമ്മയിലുണ്ടെന്ന് വിചാരിക്കുന്നു. ആമുഖത്തിന്റെ ശില്പി ആരാന്ന് ചോദിക്കും, ജവഹർലാൽ നെഹ്റു ആണ്. ആമുഖം വേണമെന്ന് പറഞ്ഞത് BN റാവു ആണ്. ആമുഖം അടങ്ങിയ പേജിനെ അലങ്കരിച്ച് മനോഹരമാക്കിയത് ആരാണ്? അത് BN റാവു ആണ്. BN റാവു. ഓക്കെ, പിന്നെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ആദ്യ താൽക്കാലിക അധ്യക്ഷൻ പഠിക്കണം, ആദ്യ സ്ഥിര അധ്യക്ഷനും പഠിക്കണം. താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹയാണ്. ആദ്യ സ്ഥിര അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. പിന്നെ നമ്മൾ ആറ്റിങ്ങൽ കലാപം, അഞ്ചുതെങ്ങ് കലാപം, പഴശ്ശി കലാപം ഒക്കെ പഠിച്ചു. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം അല്ലെ. ആദ്യ കലാപം ഏതാന്ന് ചോദിച്ചാൽ അഞ്ചുതെങ്ങ് കലാപം. അതൊക്കെ നമുക്ക് അറിയാം. ഓക്കെ, അഞ്ചുതെങ്ങിൽ കോട്ട മണി കഴിപ്പിച്ചത് എപ്പോഴാണ്? 1695. ക്ലാസ് കാണാത്തവർ തീർച്ചയായിട്ടും കാണണേ, മിസ്സാക്കരുത്. കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ ഈ റിവിഷനിൽ ഇങ്ങനെ നിങ്ങളും കൂടെ ജോയിൻ ആകുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉള്ളിൽ നല്ലൊരു ബൂസ്റ്റ് കയറും. ഓക്കെ, നല്ലൊരു പോസിറ്റീവ് എനർജി കയറും. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ എന്തായാലും ഈ സാധനം ഉണ്ടാവും. ആ ഒരു ഉറപ്പ് ഞാൻ ഇപ്പൊ തന്നെ തരാം. കാരണം അത്രയും തവണ റിപ്പീറ്റ് ചെയ്തിട്ടായാലും നിങ്ങളുടെ മനസ്സിൽ കുത്തി കയറ്റുന്നുണ്ട്. പിന്നെ നിങ്ങളൊന്ന് കൂടെ എപ്പോഴും ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ മതി. അതാവുമ്പോൾ എക്സാമിന്റെ സമയത്ത് പോകുമ്പോഴും നിങ്ങൾക്ക് ഒന്നും മറക്കേണ്ടി വരില്ല. ഓക്കെ, സിമ്പിൾ ആയിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഭാഗം കൂടെ നോക്കാം. എന്താണ്? ഹിന്ദ് സ്വരാജ് ആണ്. ഹിന്ദ് സ്വരാജ്. ഓക്കെ, മഹാത്മാഗാന്ധി എഴുതിയ ആദ്യ പുസ്തകമാണ് ഹിന്ദ് സ്വരാജ്. ചോദ്യം ഒരുപാട് തവണ വന്നിട്ടുണ്ട്. മഹാത്മാഗാന്ധി എഴുതിയ ആദ്യ പുസ്തകം ഏതാണ്? ഹിന്ദ് സ്വരാജ് ആണ്. ഏതാണ്? ഹിന്ദ് സ്വരാജ്. ഇതുമായി ബന്ധപ്പെട്ട NCERT എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അതൊക്കെ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓരോ പോയിന്റ്സും നമുക്ക് പഠിച്ചു പോവാം. ഓക്കെ, പ്രധാനമായിട്ടും എന്ത് പഠിക്കണം? മഹാത്മാഗാന്ധി എഴുതിയ ആദ്യ പുസ്തകമാണ് ഹിന്ദ് സ്വരാജ്. മഹാത്മാഗാന്ധി എഴുതിയ ആദ്യ പുസ്തകമാണ് ഹിന്ദ് സ്വരാജ്. ലണ്ടനിൽ നിന്നും ദക്ഷിണാഫ്രിക്കയിലേക്ക് കിൽഡോണ കാസിൻ, ഓക്കെ, കിൽഡോണ കാസിൻ എന്ന കപ്പലിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഗാന്ധിജി ഈ പുസ്തകം എഴുതിയത്. ഏത് കപ്പലിലാണ്? കിൽഡോണ കാസിൽ. ഏതാണ്? കിൽഡോണ കാസിൻ. കിൽഡോണ കാസിൻ എന്ന കപ്പലിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഹിന്ദ് സ്വരാജ് എന്ന പുസ്തകം എഴുതിയത്. ഏത് കപ്പലാണ്? കിൽഡോണ കാസിൻ. കിൽഡോണ കാസിൻ. 1909 നവംബർ 13 മുതൽ 22 വരെയുള്ള തുടർച്ചയായ 10 ദിവസങ്ങളാണ് ഹിന്ദ് സ്വരാജിന്റെ രചനയ്ക്ക് ഗാന്ധിജി ഉപയോഗിച്ചത്. എപ്പോഴൊക്കെയാണ്? 1909 നവംബർ 13 മുതൽ 22 വരെ. 1909 വർഷം പഠിച്ചു വെക്കുക. 1909 ഹിന്ദ് സ്വരാജ് രചിച്ചത്. എപ്പോഴാണ്? നവംബർ 13 മുതൽ 22 വരെ. ഏത് കപ്പലിലാണ്? കിൽഡോണ കാസിൻ എന്ന കപ്പലിൽ ഇരുന്നിട്ടാണ് രചിച്ചത്. കിൽഡോണ കാസിൻ എന്ന കപ്പലിൽ ഇരുന്നിട്ടാണ് രചിച്ചത്. അത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പൊ കിൽഡോണ കാസിൻ എന്ന പേര് പഠിച്ചു വെക്കണം. പിന്നെ ഗാന്ധിജി എഴുതിയ ആദ്യ പുസ്തകം ഏതാന്ന് നമുക്കറിയാം. അതേതാണ്? ഹിന്ദ് സ്വരാജ് ആണ്. ഏതാണ് ഗാന്ധിജി എഴുതിയ ആദ്യ പുസ്തകം? ഹിന്ദ് സ്വരാജ്. ഓക്കെ, അത് എപ്പോ മുതലാണ് എഴുതിയത്? 1909 നവംബർ 13 മുതലല്ലേ? നവംബർ 13 മുതൽ 22 വരെയാണ് അത് എഴുതാനായിട്ട് ഉപയോഗപ്പെടുത്തിയത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. കിൽഡോണ കാസിൻ എന്ന കപ്പലിൽ ഇരുന്നാണ് രചിച്ചത്. ഓക്കെ, അപ്പൊ അത്രയും ക്ലിയർ ആണ്. ഇനി വലത് കൈകൊണ്ട് എഴുതി തളർന്നപ്പോൾ ഇടതു കൈ ഉപയോഗിച്ച് ഗാന്ധിജി എഴുതിയ പുസ്തകം. ഓക്കെ, വലത് കൈ കൊണ്ട് എഴുതി തളർന്നപ്പോൾ ഗാന്ധിജി എന്ത് ചെയ്തു? ഇടത് കൈ കൊണ്ടും ഈ പുസ്തകം എഴുതി. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ അത് ഏതാണ്? ഹിന്ദ് സ്വരാജ് എന്ന പുസ്തകമാണ്. ഓക്കെ, വലത് കൈ കൊണ്ട് എഴുതി തളർന്നപ്പോൾ ഗാന്ധിജി എന്ത് ചെയ്യാണ്? ഇടത് കൈ കൊണ്ടും എഴുതിയ ഒരു പുസ്തകമാണ് ഹിന്ദ് സ്വരാജ്. അപ്പൊ വലത് കൈ കൊണ്ട് എഴുതി തളർന്നപ്പോൾ ഇടത് കൈ കൊണ്ട് ഗാന്ധിജി എഴുതിയ പുസ്തകം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ഹിന്ദ് സ്വരാജ് ആണ്. ഹിന്ദ് സ്വരാജ്. ഹിന്ദ് സ്വരാജ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഇന്ത്യൻ ഒപ്പീനിയൻ. ഓക്കെ, ഇന്ത്യൻ ഒപ്പീനിയൻ ഗുജറാത്തി പതിപ്പിലാണ്. ഇന്ത്യൻ ഒപ്പീനിയൻ ഗുജറാത്തി പതിപ്പിലാണ് ഹിന്ദ് സ്വരാജ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. ഇന്ത്യൻ ഒപ്പീനിയൻ ഗുജറാത്തി പതിപ്പിലാണ് ഹിന്ദ് സ്വരാജ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. 1910 ബോംബെ പ്രവിശ്യ ഭരണകൂടം 1910 ബോംബെ പ്രവിശ്യ ഭരണകൂടം പുസ്തകം നിരോധിച്ചപ്പോൾ, എപ്പോഴാണ് നിരോധിച്ചത്? 1910 1909 രചിച്ചു. 1910 അത് ബോംബെ പ്രവിശ്യ നിരോധിച്ചു. ഓക്കെ, ബോംബെ പ്രവിശ്യ ഇത് നിരോധിക്കാണ്. അപ്പൊ ഗാന്ധിജി എന്ത് ചെയ്തു? ഗാന്ധിജി ഇന്ത്യൻ ഹോം റൂൾ എന്ന പേരിൽ ഹിന്ദ് സ്വരാജിന്റെ ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിച്ചു. അപ്പൊ ചോദ്യം എന്താ? ഹിന്ദ് സ്വരാജിന്റെ ഇംഗ്ലീഷ് പരിഭാഷ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? എന്താണ്? ഇന്ത്യൻ ഹോം റൂൾ. എന്താണ്? ഇന്ത്യൻ ഹോം റൂൾ. എപ്പോഴാണ് നിരോധിച്ചത്? 1910
1910 എവിടെയാണ്? അതായത് ബോംബെ പ്രവിശ്യ എപ്പോഴാണ് നിരോധിച്ചത്? 1910 അപ്പൊ ഗാന്ധിജി എന്ത് ചെയ്യാണ്? അതിന്റെ ഇംഗ്ലീഷ് പതിപ്പിറക്കുകയാണ്. അതായത് ഇംഗ്ലീഷ് പരിഭാഷ ഏതാണ്? ഇന്ത്യൻ ഹോം റൂൾ എന്ന ഇംഗ്ലീഷ് പരിഭാഷ ഇറക്കുകയാണ്. അത്രയും അറിഞ്ഞു വെക്കാം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ നയപ്രഖ്യാപന രേഖ എന്നറിയപ്പെടുന്നത് എന്താണ്? ഗാന്ധിജിയുടെ രാഷ്ട്രീയ നയപ്രഖ്യാപന രേഖ എന്നറിയപ്പെടുന്ന പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഹിന്ദ് സ്വരാജ് ആണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ നയപ്രഖ്യാപന രേഖ, ഗാന്ധിജിയുടെ രാഷ്ട്രീയ നയപ്രഖ്യാപന രേഖ എന്നറിയപ്പെടുന്നത് ഹിന്ദ് സ്വരാജ് ആണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ നയപ്രഖ്യാപന രേഖ എന്നറിയപ്പെടുന്ന ഏതാണ്? ഹിന്ദ് സ്വരാജ് ആണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ നയപ്രഖ്യാപന രേഖ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹിന്ദ് സ്വരാജ് ആണ്. ഏതാണ്? ഹിന്ദ് സ്വരാജ് ആണ്. അപ്പൊ 1910 ബോംബെ പ്രവിശ്യ ഭരണകൂടം പുസ്തകം നിരോധിച്ചപ്പോൾ, അപ്പൊ എപ്പോഴാണ് നിരോധിച്ചതെന്ന് ചോദ്യം വരും. 1910 അപ്പൊ ഗാന്ധിജി എന്ത് ചെയ്യാണ്? ഇന്ത്യൻ ഹോം റൂൾ എന്ന പേരിൽ അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിക്കുകയാണ്. ഇന്ത്യൻ ഹോം റൂൾ. ഓക്കെ, ഇന്ത്യൻ ഹോം റൂൾ. ഓക്കെ, അപ്പൊ ഹിന്ദ് സ്വരാജ് ആദ്യമായി പ്രസിദ്ധീകരിച്ച ഏതിലാണ്? ഇന്ത്യൻ ഒപ്പീനിയന്റെ ഗുജറാത്തി പതിപ്പിലാണ്. ഇന്ത്യൻ ഒപ്പീനിയൻ ഗുജറാത്തി പതിപ്പിൽ എന്താണ് അറിയപ്പെടുന്നത്? ഗാന്ധിജിയുടെ രാഷ്ട്രീയ നയപ്രഖ്യാപന രേഖ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹിന്ദ് സ്വരാജ് ആണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ നയപ്രഖ്യാപന രേഖ ഏതാണ്? ഹിന്ദ് സ്വരാജ് ആണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ നയപ്രഖ്യാപന രേഖയാണ് ഹിന്ദ് സ്വരാജ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ നയപ്രഖ്യാപന രേഖ ഹിന്ദ് സ്വരാജ്. 1909 നവംബർ 13 മുതൽ 22 വരെയാണ് അത് രചിക്കാൻ എടുത്തത്. ഏതാണ് കപ്പലിന്റെ പേര് ഓർമ്മ ഉണ്ടോ? കാസിൻ അല്ലേ? എന്താണ്? കിൽഡോണ കാസിൻ. കിൽഡോണ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയണേ, എനിക്ക് തന്നെ വായിൽ കിട്ടുന്നില്ല. കിൽഡോണ കാസിൻ. കിൽഡോണ കാസിൻ ഒരു 10 വട്ടം റിപ്പീറ്റ് ചെയ്യുക. കിൽഡോണ കാസിൻ എന്ന കപ്പലിൽ വെച്ചിട്ടാണ് രചിച്ചത്. കിൽഡോണ കാസിൻ, കിൽഡോണ കാസിൻ, കിൽഡോണ കാസിൻ, കിൽഡോണ കാസിൻ. ഏതാണ് കപ്പല്? കിൽഡോണ കാസിൻ, കിൽഡോണ കാസിൻ, കിൽഡോണ കാസിൻ. കിൽഡോണ കാസിൻ എന്ന കപ്പലിലാണ് ഗാന്ധിജി രചിച്ചത്. ഏത്? ഹിന്ദ് സ്വരാജ് രചിച്ചത്. ഏതാണ്? കിൽഡോണ കാസിൻ എന്ന കപ്പലിൽ. കിൽഡോണ കാസിൻ എന്ന കപ്പലിൽ. ഏതിലാണ്? കിൽഡോണ കാസിൻ എന്ന കപ്പലിൽ. ഒന്നുകൂടെ, കിൽഡോണ കാസിൻ, കിൽഡോണ കാസിൽ, കിൽഡോണ കാസിൻ, കിൽഡോണ കാസിൽ. ഓക്കെ, അപ്പൊ 10 ദിവസമാണ് ഗാന്ധിജി അത് രചിക്കാൻ ഉപയോഗിച്ചത്. പിന്നെ വലത് കൈ കൊണ്ട് എഴുതി തളർന്നപ്പോൾ ഇടത് കൈ ഉപയോഗിച്ചും ഗാന്ധിജി എഴുതിയ പുസ്തകമാണ് ഹിന്ദ് സ്വരാജ്. ഓക്കെ, ഇന്ത്യൻ ഒപ്പീനിയൻ ഗുജറാത്തി പതിപ്പിലാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത്. പിന്നെ ബോംബെ പ്രവിശ്യ ഭരണകൂടം പുസ്തകം നിരോധിച്ചപ്പോൾ എപ്പോഴാണ്? അത് 1910 1910 ബോംബെ പ്രവിശ്യ ഭരണകൂടം ഇത് നിരോധിച്ചപ്പോൾ ഗാന്ധിജി എന്ത് ചെയ്യാണ്? അതിന്റെ ഇംഗ്ലീഷ് പതിപ്പ് ഇന്ത്യൻ ഹോം റൂൾ എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുകയാണ്. ഓക്കെ, പിന്നെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ നയ പ്രഖ്യാപന രേഖ എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാലും ഏതാണ്? ഹിന്ദ് സ്വരാജ് ആണ്. ഹിന്ദ് സ്വരാജ്. ഓക്കെ, ഗാന്ധിയൻ ദർശനങ്ങളുടെ സത്ത എന്നും അടിസ്ഥാന രൂപരേഖ എന്നും വിശേഷിപ്പിക്കപ്പെടുന്നു. ഗാന്ധിയൻ ദർശനങ്ങളുടെ സത്ത എന്നും അടിസ്ഥാന രൂപരേഖ എന്നും വിശേഷിപ്പിക്കപ്പെടുന്നത് ഏതാണ്? അത് ഹിന്ദ് സ്വരാജ് ആണ്. ഓക്കെ, എന്താണ്? ഗാന്ധിയൻ ദർശനങ്ങളുടെ സത്ത എന്നും അടിസ്ഥാന രൂപരേഖ എന്നും, അടിസ്ഥാന അടിസ്ഥാന ഓക്കെ, അടിസ്ഥാന രൂപരേഖ എന്നും വിശേഷിപ്പിക്കപ്പെടുന്നു. അടിസ്ഥാന രൂപരേഖ ഗാന്ധിയൻ ദർശനങ്ങളുടെ സത്ത എന്നും അടിസ്ഥാന രൂപരേഖ എന്നും വിശേഷിപ്പിക്കപ്പെടുന്നത് ഏതാണ്? ഹിന്ദ് സ്വരാജ് ആണ്. ഹിന്ദ് സ്വരാജ് എന്ന പുസ്തകത്തിൽ 20 അധ്യായങ്ങളാണുള്ളത്. എത്രയാണ്? 20 അധ്യായങ്ങളാണ് ഹിന്ദ് സ്വരാജിൽ ഉള്ളത്. ഹിന്ദ് സ്വരാജിൽ എത്രയാണ്? 20 അധ്യായങ്ങളാണ് ഉള്ളത്. 20 അധ്യായങ്ങൾ. ബംഗാൾ വിഭജനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹിന്ദ് സ്വരാജിലെ അധ്യായമാണ് അധ്യായം 2. ഓക്കെ, അധ്യായം 2ലാണ് ബംഗാൾ വിഭജനത്തെ കുറിച്ച്. ഇത് SCRT ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ പഠിക്കണം. ഓക്കെ, എപ്പോഴാണ് ബംഗാൾ വിഭജനം നടന്നത്? 1905. ആരാണ് ബംഗാൾ വിഭജനം നടത്തിയതെന്ന് ചോദിച്ചാൽ കഴ്സൺ പ്രഭു ആണ്. പഠിച്ചു വെക്കണേ, കഴ്സൺ പ്രഭു ആണ്. അപ്പൊ അതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അധ്യായം 2ലാണ്. എത്ര അധ്യായങ്ങളാണുള്ളത്? 20 അധ്യായങ്ങളാണ് എന്തിലുള്ളത്? ഹിന്ദ് സ്വരാജിലുള്ളത്. അതിൽ അധ്യായം 2ൽ എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? എന്തിനെ കുറിച്ചാണ്? ബംഗാൾ വിഭജനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഹിന്ദ് സ്വരാജിന്റെ 4ാം അധ്യായത്തിലാണ് ഗാന്ധിജി സ്വരാജിനെ കുറിച്ചുള്ള തന്റെ ആശയങ്ങൾ വ്യക്തമാക്കിയത്. ഓക്കെ, അപ്പൊ സ്വരാജിനെ കുറിച്ചുള്ള ആശയങ്ങൾ ഏതിലാണ്? അത് 4ാമത്തെ അധ്യായത്തിലാണ്. 4ാമത്തെ അധ്യായത്തിലാണ് അതിനെ കുറിച്ച് സ്വരാജിനെ കുറിച്ചുള്ള ആശയങ്ങൾ വ്യക്തമാക്കുന്നത്. ഹിന്ദ് സ്വരാജിൽ സ്വരാജിനെ കുറിച്ചുള്ള ആശയങ്ങളല്ലേ കൂടുതൽ വ്യക്തമാക്കേണ്ടത്. അത് കൂടുതലും വ്യക്തമാകുന്നത് ഏത് അധ്യായത്തിലാണ്? 4ാമത്തെ അധ്യായത്തിലാണ്. ബംഗാൾ വിഭജനം 2ാമത്തെ അധ്യായത്തിലാണ്. ടോട്ടൽ എത്ര അധ്യായങ്ങളാണ് ഉള്ളത്? 20 അധ്യായങ്ങളാണ് ഉള്ളത്. ഓക്കെ,
പിന്നെ സ്വരാജ് എന്ന വാക്കിന്റെ അർത്ഥം സ്വയം ഭരണം അഥവാ സ്വയം നിയന്ത്രണം എന്നാണ്. സ്വരാജ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സ്വയം ഭരണം അഥവാ സ്വയം നിയന്ത്രണം. സ്വയം ഭരണം അഥവാ സ്വയം നിയന്ത്രണം. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ സ്വരാജ് നേടിയെടുക്കുന്നതിനുള്ള രണ്ട് മാർഗങ്ങൾ എന്താണ്? സത്യാഗ്രഹവും സ്വദേശിയും. സത്യാഗ്രഹവും സ്വദേശിയും. ഓക്കെ, സത്യാഗ്രഹവും സ്വദേശിയും. സത്യാഗ്രഹം നമുക്ക് എന്താ അറിയാം? സ്വദേശി പറഞ്ഞ എന്താ? അതായത് നമ്മുടെ ദേശത്തെ സാധനങ്ങൾ മാത്രം ഉപയോഗപ്പെടുത്തുക, സ്വന്തം ദേശത്തെ സാധനങ്ങൾ മാത്രം ഉപയോഗപ്പെടുത്തുക, വിദേശ സാധനങ്ങൾ ബഹിഷ്കരിക്കുക, അതാണ് സ്വദേശി. ഓക്കെ, സത്യാഗ്രഹവും സ്വദേശിയും. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ സ്വരാജ് നേടിയെടുക്കുന്നതിനുള്ള രണ്ട് മാർഗങ്ങൾ ഏതൊക്കെയാണ്? സത്യാഗ്രഹം. ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചോട്ടോ. സത്യാഗ്രഹവും സ്വദേശിയും. സ്വരാജ് നേടിയെടുക്കുന്നതിനുള്ള രണ്ട് മാർഗങ്ങളാണ് സത്യാഗ്രഹവും സ്വദേശിയും. സത്യാഗ്രഹവും സ്വദേശിയും. സത്യാഗ്രഹവും സ്വദേശിയും. എന്താണ് സ്വരാജ് എന്ന വാക്കിന്റെ അർത്ഥം പഠിച്ചു വെക്കണം. സ്വയം ഭരണം അഥവാ സ്വയം നിയന്ത്രണം. സ്വയം ഭരണം അഥവാ സ്വയം നിയന്ത്രണം. ഓക്കെ ഓക്കെ അപ്പൊ കപ്പലിന്റെ പേര് ഓർമ്മ ഉണ്ടോ? കിൽഡോണ കാസിൻ. കിൽഡോണ കാസിൻ എന്ന കപ്പലിൽ ഇരുന്നാണ് ഗാന്ധിജി രചിച്ചത്. 1909 നവംബർ 13 മുതൽ 22 വരെ ഏകദേശം 10 ദിവസങ്ങളിലായിട്ടാണ് ഗാന്ധിജി ഈ പുസ്തകം, ഗാന്ധിജിയുടെ ആദ്യ പുസ്തകമായ ഹിന്ദ് സ്വരാജ് രചിച്ചത്. എത്ര അധ്യായങ്ങളാണ്? 20 അധ്യായങ്ങളാണ് ഉള്ളത്. അതിൽ രണ്ടാമത്തെ അധ്യായത്തിലാണ് ബംഗാൾ വിഭജനത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ, പിന്നെ 4ാമത്തെ അധ്യായത്തിലാണ് സ്വരാജ് എന്ന ആശയത്തിനെ കുറിച്ച് വ്യക്തമാക്കുന്നത്. ഓക്കെ, പിന്നെ ഗാന്ധിയൻ ദർശനങ്ങളുടെ സത്ത എന്നും അടിസ്ഥാന രൂപരേഖ എന്നും അറിയപ്പെടുന്ന ഏതാണ്? ഹിന്ദ് സ്വരാജ് ആണ്. പിന്നെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ നയപ്രഖ്യാപന രേഖ എന്നും അറിയപ്പെടുന്നത് ഹിന്ദ് സ്വരാജ് ആണ്. ആദ്യം പ്രസിദ്ധീകരിച്ചത് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രത്തിലാണ്. ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏതിനാണ്? ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രത്തിലാണ്. പിന്നീട് അത് ബോംബെ പ്രവിശ്യ ഭരണകൂടം അത് ബഹിഷ്കരിക്കുമ്പോൾ, അതായത് അത് നിർത്തലാക്കുമ്പോൾ ഗാന്ധിജി എന്താണ്? ഇന്ത്യൻ ഹോം റൂൾ എന്ന പേരിൽ ഹിന്ദ് സ്വരാജിന്റെ ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. പതിവുകാലം ഇതിൽ എന്താണ്? ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പൊ അറിഞ്ഞു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് കണ്ടാലും ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഹിന്ദ് സ്വരാജ് ഏകദേശം ക്ലിയർ അല്ലേ? ഈ കപ്പലിന്റെ പേരൊന്ന് പഠിച്ചു വെച്ചോ. കിൽഡോണ കാസിൻ. കിൽഡോണ കാസിൻ. ലണ്ടനിൽ നിന്നും ദക്ഷിണാഫ്രിക്കയിലേക്ക് കിൽഡോണ കാസിൻ എന്ന കപ്പലിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഗാന്ധിജി ഹിന്ദ് സ്വരാജ് രചിച്ചത്. ഗാന്ധിജിയുടെ ആദ്യ പുസ്തകമായ ഹിന്ദ് സ്വരാജ് രചിച്ചത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ഇന്ന് ഡിസ്കസ് ചെയ്ത ഇത്രയും കാര്യങ്ങൾ, അതായത് ബാങ്ക് ദേശസാൽക്കരണം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എല്ലാം നമ്മൾ അവിടെ തന്നെ പഠിച്ചിട്ട് പോയി. പിന്നെ ബാങ്ക് ദേശസാൽക്കരണം കഴിഞ്ഞപ്പോൾ നോട്ട് നിരോധനം നമ്മൾ പഠിച്ചു. നോട്ട് നിരോധനത്തിൽ 2016 നോട്ട് നിരോധനം ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്ത് കൂടുതലൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ചിലപ്പോൾ നിങ്ങൾക്ക് വായിക്കേണ്ടി വരില്ല. ഇപ്പൊ തന്നെ നിങ്ങൾ മനസ്സിലൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഓർമ്മ ഉണ്ടാവും. ഷുവറാണ്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഒന്ന് മനസ്സിലെല്ലാത്തിനും ഒന്ന് ആലോചിച്ചെടുക്കുക. പിന്നെ ഏതെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും ഒരാളുടെ പേര് നിങ്ങൾക്ക് നേരെ കിട്ടുന്നില്ലെങ്കിൽ അത് മാത്രം ഒന്ന് പോയി വായിച്ചു നോക്കുക. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ തന്നെ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ചാനലിൽ നമ്മൾ ഇതിന്റെ ലിങ്കും പിന്നെ അതുപോലെ തന്നെ ഈ ക്ലാസിന്റെ PDF നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പൊ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോഴാകുമ്പോൾ നമുക്കൊരു സ്റ്റഡി പ്ലാൻ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ നിങ്ങൾക്ക് മുമ്പത്തെ ക്ലാസ്സുകൾ കൂടെ നിങ്ങൾക്ക്, അതായത് നമ്മുടെ ഒപ്പം നിങ്ങൾ എത്തണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നൊക്കെ ഞാൻ അതിന്റെ കൂടെ പറഞ്ഞു തരും. നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്തായാലും മെസ്സേജ് അയക്കുക. നമ്മൾ മുമ്പത്തെ ആ ഒരു പ്ലാൻ മാറ്റിയിട്ടുണ്ട്. പലരുടെയും ആവശ്യപ്രകാരം, അതായത് സാറേ ഈ മന്ത്ലി ഫീസ് ഒന്ന് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ച് ഒരുപാട് മെസ്സേജ് വന്നിരുന്നു. അപ്പൊ ആ ഫീസ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ സിംഗിൾ ഫീസ് ആണുള്ളത്. ഒറ്റ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം വരെ നമ്മൾ എന്തായാലും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതായത് വാട്സപ്പിലും കൂടെ ആയതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനും പിന്നെ ഇടക്കിടക്ക് നമ്മൾ മീറ്റിങ്ങുകൾ വെക്കാനും, ഇടക്കിടക്കില്ല, മാസത്തിൽ ഒരു 2 മീറ്റിംഗ് മാക്സിമം ഉണ്ടാവുള്ളൂ. പിന്നെ എപ്പോഴാണോ ആവശ്യം ആ സമയത്ത് ഞാൻ മീറ്റിംഗ് വെക്കും. അതിന്റെ 2-3 ദിവസം മുമ്പെങ്കിലും ഞാൻ നിങ്ങൾക്ക് അറിയിക്കും. ശനിയോ ഞായറോ ആണ് നിങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ടാവും. അതിന്റെ 2-3 ദിവസം മുമ്പേ നിങ്ങൾ അറിയിച്ചിട്ട് ആ സമയത്ത് മീറ്റിംഗ് ഉണ്ടെന്ന് പറയും. അപ്പൊ ആ സമയത്ത് മീറ്റിംഗിൽ പങ്കെടുത്താൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്നോട് പറയാം. അതായത് നിങ്ങളുടെ പഠനത്തിൽ എന്താണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്നോട് പറഞ്ഞാൽ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തി തരും. ഇനി അതല്ലെങ്കിലും നിങ്ങൾക്ക് എന്നോട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, അതായത് പഠനത്തിന്റെ ഇടയിൽ ചില കാര്യങ്ങൾ ബുദ്ധിമുട്ട് വരുന്നുണ്ട്, ചിലത് ഇങ്ങനെ പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല, എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സ്റ്റഡി പ്ലാനുകൾ പറഞ്ഞുതരും. അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ഇത്രയും എക്സാമുകൾ എഴുതിയിട്ടുണ്ട്, എന്നിട്ടൊന്നും ലിസ്റ്റിൽ വരാൻ പറ്റുന്നില്ല, മാർക്ക് ഇത്രയും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല, അത് എന്തുകൊണ്ടാണ്? അപ്പൊ നിങ്ങളുടെ പഠനരീതി എന്താണെന്ന് ഞാനുമായിട്ട് ഷെയർ ചെയ്താൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠനരീതി വ്യത്യാസപ്പെടുത്തി തരും. പിന്നെ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് തന്നെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ വാട്സ്ആപ്പ് ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോ. വാട്സ്ആപ്പ് ബാച്ചിൽ നമ്മൾ ഇപ്പോൾ ടോപ്പിക്കുകൾ തീർത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും എക്സാമിന് ഒരുപാട് മുമ്പ് തന്നെ, പറ്റുന്ന അത്രയും മുമ്പ് തന്നെ നമ്മൾ ടോപ്പിക്കുകൾ കവർ ചെയ്ത ശേഷം പിന്നെ ഫുള്ള് റിവിഷൻ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളും റിവിഷൻ ചെയ്യും, ഞാനും നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സുകൾ കൊണ്ടുവരും. നമ്മൾ റിവിഷൻ എക്സാമുകൾ അറ്റൻഡ് ചെയ്യും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ഇവിടെ റിവിഷൻ ആണ്. നിങ്ങൾ പെർഫെക്റ്റ് ആക്കാന്നുള്ളതാണ്. പഠിച്ചത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. അതിൽ കറണ്ട് അഫെയർ നമ്മൾ ഉൾപ്പെടുത്തും. കറണ്ട് അഫെയർ മാക്സിമം ഞാൻ എക്സാമിനോട് അടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് എടുത്തു തരിക. അത് നിങ്ങൾക്ക് കറണ്ട് അഫെയർ ആ സമയത്ത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കറണ്ട് അഫെയർ ചിലപ്പോൾ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞാൽ മറന്നു പോകും. അപ്പോൾ ആ സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്തായാലും എത്തിച്ചേരും.
അപ്പോൾ വാട്സപ്പ് ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ, അതായത് വാട്സപ്പ് ബാച്ചിന് വേണ്ടി ഒരു നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ വേഗം ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇപ്പൊ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഫുൾ ക്ലാസ് നിങ്ങൾക്ക് കണ്ടു തീർക്കാനാവും. അതായത് അധികം പെൻഡിങ് ഒന്നും വരില്ല. ആകെ നമ്മൾ ദിവസവും ഒരു ക്ലാസ് മാത്രം വെച്ചിട്ടാണ് കണ്ടു തീർത്ത് പോകുന്നത് അല്ലേ. ദിവസവും ഒരു ക്ലാസ് അല്ലേ, ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ബാച്ചിലുള്ള ആളുകൾക്ക് അറിയാം, ദിവസവും ആകെ ഒരു ക്ലാസ് മാത്രമാണ് തരുന്നത്. അത് എന്തുകൊണ്ടാണ്? ഈ ബാച്ച് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് വീട്ടമ്മമാരെയും അതുപോലെ തന്നെ ജോലിക്കടയിൽ പഠിക്കുന്ന ആളുകളൊക്കെയാണ്. അപ്പൊ ഇങ്ങനത്തെ ആളുകൾക്ക് ഒരുപാട് ക്ലാസ്സുകളൊന്നും കണ്ടു തീർക്കാൻ സമയം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർക്ക് ഏത് സമയത്ത് ഫ്രീ ടൈം കിട്ടുമെന്ന് അറിയില്ല. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് രാവിലെ നിങ്ങൾക്ക് ക്ലാസ് ഇട്ട് തരും. നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ടൈം കിട്ടുക ആ സമയത്ത് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാ ദിവസവും എന്തായാലും ഒരു ക്ലാസ് എങ്കിലും നിങ്ങൾ കാണും. അപ്പൊ എന്തുണ്ടാവും? നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ഉണ്ടാവും. എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും ഞാൻ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ടോപ്പിക് വെച്ചിട്ടായാലും ഞാൻ തീർത്ത് പോകുന്നുണ്ട്. അത് ഏറ്റവും ആവശ്യമുള്ള ടോപ്പിക്കാണ്. ഞാൻ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത്. പിന്നെ അതിന്റെ മോക്ക് ടെസ്റ്റ് വൈകുന്നേരം നിങ്ങൾക്ക് നടക്കും. അതും നിങ്ങൾ എപ്പോഴാണോ ക്ലാസ് കണ്ടു കഴിയുന്നത് ആ സമയത്താണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അതിന് പ്രത്യേകിച്ച് ടൈമൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവാ. ബാച്ചിലുള്ളവരോടാണ് നല്ല രീതിയിൽ ഇതുപോലെ തന്നെ പഠിച്ചു പോവാ. ഫീസിന്റെ സ്ട്രക്ചർ മാറുന്നത് ഗ്രൂപ്പിൽ അറിയിക്കും. പിന്നെ അതുപോലെ തന്നെ ഇനി ജോയിൻ ചെയ്യാനുള്ളവർക്ക് അതിന്റെ ഡീറ്റെയിൽസ് എന്തായാലും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അപ്പോൾ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. എക്സാമിനോട് അടുക്കുമ്പോൾ ജോയിൻ ചെയ്യരുത്. ആ സമയത്ത് ഞാൻ മിക്കവാറും ഒരു ജനുവരി ഫെബ്രുവരി ആകുമ്പോഴേക്കും എന്തായാലും ഇത് ബാച്ചിലേക്കുള്ള ജോയിനിങ് നിർത്തും. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ തന്നെ ജോയിൻ ചെയ്താൽ നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ച് റിവിഷന്റെ ഒക്കെ സമയമാകുമ്പോൾ നമ്മുടെ കൂടെ നിന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ഇതൊക്കെ നല്ല രീതിയിൽ പഠിച്ച് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ റിവിഷൻ ആകുമ്പോഴേക്കും എന്തായാലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. റിവിഷന്റെ മുമ്പ് തന്നെ നിങ്ങൾ കണ്ടു തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇപ്പൊ തന്നെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. പിന്നെ LGS ഹോട്ട് ടോപ്പിക്സ്, നമ്മുടെ PSC ഹോട്ട് ടോപ്പിക്സ് പർച്ചേസ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക. അതിന്റെ നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവും. നിങ്ങൾക്ക് ഈ ഒരു, അതായത് പഠിക്കാനുള്ള കാര്യങ്ങൾ എത്തിച്ചേരുക മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ട സ്റ്റഡി പ്ലാനുകൾ പറഞ്ഞുതരും. എക്സാമിനോട് അടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്പുകൾ ഞാൻ പറഞ്ഞുതരും. കുറച്ച് ടിപ്പുകൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞുതരും. ചെറിയ ചെറിയ കുറച്ച് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെയും കാട്ടി കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ആ മാറ്റങ്ങൾ നിങ്ങൾ എന്തായാലും വരുത്തണം. അത് നമ്മൾ മീറ്റിംഗിലായിട്ടും പിന്നെ ഗ്രൂപ്പിൽ വോയിസ് മെസ്സേജ് ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ റിക്വസ്റ്റ് ആയിട്ട് കണക്കാക്കുക. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അതായത് ജോയിൻ ചെയ്യണം എന്നല്ല നിർബന്ധിക്കുന്നത്, ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ വാട്സ്ആപ്പ് ബാച്ചിലും അതുപോലെ തന്നെ LGS ഹോട്ട് ടോപ്പിക്സ് പർച്ചേസ് ചെയ്യാത്തവരും പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വായിച്ച് പഠിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1000 ചോദ്യങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഹിസ്റ്ററി, ജോഗ്രഫി, റെനൈസാൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന്റെ നമ്പറും നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പർച്ചേസ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക. പിന്നെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ മറക്കരുത്. അതൊക്കെ നമ്മൾ യൂട്യൂബിൽ തന്നെ കൊടുക്കുന്നുണ്ട്. മോക്ക് ടെസ്റ്റുകൾ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക. നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്ത് ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോവുക. അവിടെ നിങ്ങൾക്ക് കിട്ടാത്ത കാര്യങ്ങൾ അവിടെ തന്നെ നമ്മൾ റിവിഷനും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള പവർ ക്യാപ്സ്യൂൾ ക്ലാസ് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ഇടാൻ ശ്രമിക്കും. അപ്പോൾ പവർ ക്യാപ്സ്യൂളിന്റെ ക്ലാസ്സും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റും അതുപോലെ തന്നെ ഹോട്ട് ടോപ്പിക്സും, അതായത് ന്യൂ SCERT ഹോട്ട് ടോപ്പിക്സും നല്ല രീതിയിൽ തന്നെ കവർ ചെയ്ത് പോവാം. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ക്ലാസ് നല്ല രീതിയിൽ ഉപകരിച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ക്ലാസ് പോലെ എനിക്ക് അത്ര ഷൗട്ട് ചെയ്ത് ക്ലാസ് എടുക്കാൻ പറ്റിയിട്ടില്ല. അത് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു, സോറി. കാരണം എനിക്ക് ഇങ്ങനെയല്ല ഞാൻ ക്ലാസ് എടുക്കുക, കുറച്ചും കൂടി ഒരു സൗണ്ടിൽ ഞാൻ ക്ലാസ് എടുക്കുക. എനിക്ക് പറ്റിയിട്ടില്ല, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം. എന്തായാലും അടുത്ത ക്ലാസ്സിൽ ഇതിലും അടിപൊളിയായിട്ട് ഞാൻ ക്ലാസ് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.